എല്ലാവർക്കും റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് കമല ഗോവിന്ദ് എഴുതിയ ആലീസ്. കേൾക്കാം, ആസ്വദിക്കാം. കത്തിക്കയറി ഉച്ചിയിലേക്ക് കുതിക്കുന്ന സൂര്യൻ, ഭൂമിയെ ചുട്ടുകരിക്കാൻ തക്ക തീയ്, വീശി വരുന്ന കാറ്റിനും ചൂട്. പണിസ്ഥലത്ത് തീ പടരുന്നു. പണിക്കാർ ആകെ വിയർപ്പിൽ കുളിച്ചിരിക്കുന്നു. ഒരു ആശുപത്രിക്ക് വേണ്ടിയുള്ള പണിസ്ഥലമാണ്. തറ കെട്ടിക്കഴിഞ്ഞതേ ഉള്ളൂ. തറയുടെ നിരപ്പിലേക്ക് മണ്ണിട്ടുയർത്തുകയാണ്. കുട്ട നിറയെ മണ്ണുകോരി ഓരോ പെണ്ണാളിന്റെയും തലയിലേക്ക് പിടിച്ചു വെക്കുന്നു. ആ ഭാരവും ചുമന്ന് വിയർത്തൊട്ടുന്ന വസ്ത്രങ്ങളോടെ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ തീക്കുള്ളിലൂടെ അവർ ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്നു. തറയ്ക്കുള്ളിലേക്ക് മണ്ണിട്ട് ഒഴിഞ്ഞ കുട്ടയുമായി തിരികെ വരുന്നു. വീണ്ടും നിറയ്ക്കുന്നു. തലയിലിരിക്കുന്ന നിറഞ്ഞ കുട്ടയിലെ ഭാരം അപ്പാടെ ചുമന്ന് പതിയെ തറയിലേക്കിട്ട് അന്നക്കുട്ടി. വിയർപ്പിൽ കുതിർന്ന ചട്ട, തെല്ലുയർത്തി മടക്കി കുത്തിയ കൈലിമുണ്ട്, അതിനു മുകളിൽ ചുറ്റിക്കെട്ടിയിരിക്കുന്ന തോർത്തുമുണ്ട്, നര കയറിയ മുടിയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ചുമട്. ഒഴിഞ്ഞ കുട്ട കയ്യിലും തലയിൽ ചുമടുമായി തിരികെ നടന്ന അന്നക്കുട്ടി 2-3 അടി നടന്നപ്പോഴാണ് ആ വിളിയുണ്ടായത്. അമ്മച്ചി! അന്നക്കുട്ടി കരുതി തന്നെ അല്ലെന്ന്. അതുകൊണ്ട് 2 അടി കൂടി നടക്കുകയും ചെയ്തു. അമ്മച്ചി! തെല്ലുകൂടി അടുത്തു നിന്നായി വിളി. അന്നക്കുട്ടി നിന്നു. അപ്പാടെ തിരിഞ്ഞു നോക്കി. ഒരു ചെറുപ്പക്കാരൻ. അവൻ തെല്ലു പുഞ്ചിരിയോടെ നിൽക്കുന്നു. ഞാൻ അമ്മച്ചി ഒന്ന് കാണാൻ വന്നതാണ്. അന്നക്കുട്ടിക്ക് പിന്നെയും അതിശയം. അമ്മച്ചി എന്ന് വിളിക്കുന്നു. ആരിവൻ? എന്തിനാ? അന്നക്കുട്ടി ചോദിച്ചു. ചാലുകീറി ഒഴുകുന്ന വിയർപ്പ് മുഖത്തു നിന്നും തുടച്ചു നീക്കി അന്നക്കുട്ടി ജിജ്ഞാസയോടെ നിന്നു. ഒരു കാര്യം പറയാനുണ്ട്. പറ. എനിക്ക് അമ്മച്ചിയുടെ മോളെ കെട്ടണമെന്നുണ്ട്. അത് പറയാനാ വിളിച്ചത്. അന്നക്കുട്ടി അമ്പരപ്പ് കൊണ്ട് വാ പൊളിച്ചു പോയി. തന്റെ മകളെ കെട്ടണമെന്ന് തുറന്ന ചോദ്യം, ഒട്ടും ഒളിമറവില്ലാതെ. അന്നക്കുട്ടി അവനെ അടിമുടി ഒന്ന് നോക്കി. ഒറ്റ നോട്ടത്തിൽ മിടുക്കൻ. ഒത്ത ഒരാണ്. 30-ലധികം പ്രായം കാണും. മുണ്ടും ഷർട്ടും വേഷം, തോളിലൊരു ടർക്കി ടവൽ, ഇത്തിരി കനത്ത മീശ, ചെറിയ കൊമ്പമീശ തന്നെ, പൗരുഷമുള്ള മുഖം. അന്നക്കുട്ടിക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി. പിന്നെ ചോദിച്ചു, ഏത് മകളെ? അന്നക്കുട്ടി 3 പ്രസവിച്ചു. 3 പെണ്ണ്. മൂത്ത മകൾ ആനി, 26 വയസ്സ് കഴിഞ്ഞു. രണ്ടാമത്തവൾ ആലിസ്, 23 വയസ്സ്. മൂന്നാമത്തേത് റീന, 19 വയസ്സ്. ഏത് മകളുടെ കാര്യമാണ് ഈ ചെറുക്കൻ ചോദിച്ചതെന്ന് അന്നക്കുട്ടിക്ക് സംശയം വരാതിരിക്കുമോ? 3ഉം കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്നു. അന്നക്കുട്ടിക്ക് 16 വയസ്സുള്ളപ്പോ കറിയ കഴുത്തിൽ മിന്നുകെട്ടി. അത് വെച്ച് നോക്കിയ 3 പേർക്കും പ്രായം കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് സത്യം. ആരാണ് ഏത് മകളെ എന്ന് ചോദിച്ചത്? ഉടൻ ഉത്തരമുണ്ടായി. ആലിസിന്. ആ സ്ത്രീയുടെ മുഖം മങ്ങിപ്പോയി. മൂത്തവള് അറിയാതെ അവർ പറഞ്ഞുപോയി. ആ പെണ്ണ് സൂക്കേടുകാരിയല്ലേ? അതിനാരാ കിട്ടുന്നത്? തുറന്ന ചോദ്യം തന്നെ. സൂക്കേടുകാരിയാ? എന്നാലും അവള് നിൽക്കേ. അന്നക്കുട്ടിക്ക് നെഞ്ചു വിയർത്തു. മൂത്തതിന്റെ കഴിഞ്ഞിട്ട് മറ്റുള്ളവരെ കെട്ടിക്കുന്നാണേല് 2 പേരുടേതും ഈ ജമ്മത്ത് നടക്കുകയില്ല അമ്മച്ചി. ഒട്ടും മടിയില്ലാത്ത തുറന്ന ചോദ്യമെന്ന് അന്നക്കുട്ടി അപ്പോഴും മനസ്സിലാക്കി. ചോദ്യം ഉള്ളത് തന്നെ, സത്യം തന്നെ. പക്ഷെ അതിങ്ങനെ വെട്ടി തുറന്ന് ചോദിക്കുമ്പോ പെറ്റ തള്ളയ്ക്ക് കണ്ണുകൾ നനയാതിരിക്കുമോ? അന്നക്കുട്ടി മുമ്പിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ ഒന്നുകൂടി ശ്രദ്ധയോടെ നോക്കി. ആ എടുത്തു പിടിച്ചുള്ള നിൽപ്പ് അന്നക്കുട്ടിക്ക് അവന് വല്ലാതെ അങ്ങ് ഇഷ്ടമായി. ആമ്പിള്ളേരായ ഇങ്ങനെ വേണം. തനിക്ക് ഒരാന്തരി ഇതുപോലെ പിറന്നിരുന്നെങ്കിൽ ഇത്രയും പാടുപെടേണ്ടി വരുമായിരുന്നോ? തന്റെ തലവിധി മായ്ച്ച മാറുമോ? നീ ഏതാ കൊച്ചിനെ? അന്നക്കുട്ടി ഉള്ളിലുറന്ന വാത്സല്യം കലർത്തി ചോദിച്ചു. ഞാൻ 5-ാം പാറയിന്ന് വരുന്നു. അവിടെ ആ വീട്. പാലത്തുങ്കൽ അവറാച്ചന്റെ മകൻ. എന്റെ പേര് ജോയിക്കുട്ടി. ആരൊക്കെ ഉണ്ട് വീട്ടില്? അപ്പനും അമ്മച്ചിയും അനിയനും. മക്കൾ എന്ത് ചെയ്യുന്നു? വഴിയിൽ തെല്ല് നീങ്ങി മരത്തണലിൽ നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷയിലേക്ക് കൈ ചൂണ്ടി ജോയിക്കുട്ടി പറഞ്ഞു. അതെന്റെ വണ്ടിയാ, ഓടിക്കും. അതാ പണി. കഴിയാനുള്ള കാശ് കിട്ടും. അന്നക്കുട്ടി ഓട്ടോറിക്ഷയിലേക്ക് തന്നെ നോക്കി. ഒരു കാറ് മേടിക്കണമെന്ന് എന്റെ ആഗ്രഹം. ഓൾ ഇന്ത്യ പെർമിറ്റും കൂടെ എടുത്താ നല്ല കാശാ കിട്ടുന്നത്. അന്നക്കുട്ടിയുടെ മനസ്സ് നിറഞ്ഞു. ഓട്ടോറിക്ഷ ഓടിച്ചാലും ടൂറിസ്റ്റ് ടാക്സി ഓടിച്ചാലും കഴിയാനുള്ളതിലും മിച്ചം പണം കിട്ടും. ജോയിക്കുട്ടിയെ കണ്ടിട്ട് അല്പം ഭേദപ്പെട്ട കുടുംബത്തിലേതാണെന്ന് തോന്നുന്നു. അതോർത്തപ്പോ അന്നക്കുട്ടിയുടെ മുഖം മങ്ങുകയും ചെയ്തു. ആലിസിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണും. ഇഷ്ടപ്പെടുകയും ചെയ്തിരിക്കും. പക്ഷെ വീട്ടിലേക്ക് വന്ന് സ്ഥിതിഗതികൾ കണ്ട പിന്നെ ആരും വരില്ല.
എത്രയോ പേര് വന്നതാണ്, കണ്ടതാണ്. എന്നിട്ട് എന്താ ഫലം? അമ്മച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ? ജോയിക്കുട്ടി ചോദിച്ചു. അന്നക്കുട്ടിയുടെ നോട്ടം ദയനീയമായി. കണ്ണുകൾ നനവാർന്നു. ഉത്കടമായ ദുഃഖം, നെഞ്ചിൽ തിങ്ങുന്ന വേദന മുഖത്തുണ്ടായിരുന്നു. അതിപ്പോ മോൻ വീട്ടിൽ വന്ന് കണ്ട വീട്ടിലെ സ്ഥിതി ഞാനിപ്പോ മോനോട് എന്താ പറയാ? അന്നക്കുട്ടി മുഖം അമർത്തിച്ചുടച്ചു. സങ്കടം ജോയിക്കുട്ടിയിൽ നിന്നും മറയ്ക്കാൻ ലക്ഷ്യമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. സ്ഥിതിയൊക്കെ എനിക്കറിയാം അമ്മച്ചി. 18 വർഷമായി. ആലീസിന്റെ അച്ചായൻ ചങ്ങലയിലാണെന്നും അമ്മച്ചിക്ക് 3 പെൺമക്കളാണെന്നും അമ്മച്ചി കഷ്ടപ്പെട്ടിട്ട കുടുംബം പോറ്റുന്നതൊക്കെ എനിക്കറിയാം. ജോയിക്കുട്ടി ഇത്തിരി ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. വീട്ടിൽ വന്ന് കാണുമ്പോ പിന്തിരിഞ്ഞു ഓടുന്നവനല്ല ജോയിക്കുട്ടി. അന്നക്കുട്ടി വിടർന്ന കണ്ണുകളോടെ നോക്കിപ്പോയി. ആ ഒട്ടിയ കവിൾത്തടത്തിൽ പ്രത്യാശയുടെ ഓളങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി തെളിഞ്ഞു. എന്റെ കുഞ്ഞെ, സങ്കടം മുട്ടി തന്നെ പറഞ്ഞു. കർത്താവ് എനിക്കൊരു ആൺകുഞ്ഞിനെ തന്നില്ല. നല്ലോണം കഴിഞ്ഞു വന്നതാ ഞങ്ങള്. കർത്താവ് അതിനും സമ്മതിച്ചില്ല. അതിയാനെ ചങ്ങലയിൽ തളച്ചു. വിധി മാറ്റാൻ പറ്റൂ കുഞ്ഞെ? അതിയാന്റെ വിശപ്പെടുക്കാൻ തന്നെ ഞാൻ വേലയെടുത്ത തികയത്തില്ല. പെമ്പിള്ളേര് 3 പ്രായമായി. 3നെ കാണുമ്പോ എന്റെ നെഞ്ച് കത്തും. ഞാൻ എന്നാ ചെയ്യാനാ? അന്നക്കുട്ടിക്ക് വാക്ക് മുട്ടിപ്പോയി. ആലീസിനെ കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെയാ ഞാൻ ആലോചിക്കുന്നത്, ജോയിക്കുട്ടി പറഞ്ഞു. നിനക്ക് പുണ്യം കിട്ടും കുഞ്ഞെ, അന്നക്കുട്ടി പറഞ്ഞു. ഒരുപാട് ആലോചന വരുന്നുണ്ട്. അവരോടൊക്കെ അടുക്കാൻ പാങ്ങില്ല കുഞ്ഞെ. 11 സെന്റ് സ്ഥലവും ഒരു കൂരയുമുണ്ട്. മൂത്തവളുടെ കാര്യം കുഞ്ഞിനറിയാലോ. അതിന് മാലയോഗം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അതിന്റെ കാലം കഴിഞ്ഞ പിന്നെ 11 സെന്റും കൂരയും ആലീസിനും റീനയ്ക്കും ഉള്ളതാ. അത് ഞാൻ അന്ന് ചത്തില്ലെങ്കിലും വിളിച്ചോണ്ട് വഴിയിലിറങ്ങാനും ഞാൻ തയ്യാറാ. അമ്മച്ചി വഴിയിലും ഇറങ്ങണ്ട. എനിക്ക് ആ 11ന്റെ വീതം വേണ്ട. പാലത്തെങ്കിൽ അവറാച്ചന് 2 ഏക്കർ സ്ഥലമുണ്ട്. അവകാശികളായി ഞങ്ങൾ 2 ആൺമക്കൾ മാത്രം. സ്വത്തും ഓഹരിയും ഒക്കെ വാങ്ങാനാണെങ്കിൽ വേറെ ഇല്ലേ പെൺപിള്ളേര്? അങ്ങോട്ട് പോകത്തില്ലേ? എനിക്ക് ആലീസിനെ വേണം. സമ്മതമാണെങ്കിൽ അപ്പനെ അമ്മച്ചിയും വിടാം. എന്താ? എന്റെ പെണ്ണിന് ഭാഗ്യം വരുമ്പോ ഞാൻ തടയുന്നത് എന്തിന്? മോൻ വാ, എപ്പോ വേണമെങ്കിലും പിടിച്ചിറക്കി തന്നുവിടാം. അന്നക്കുട്ടി പൊട്ടി വന്ന ആഹ്ലാദം അടക്കാനാവാതെ പറഞ്ഞുപോയി. ജോയിക്കുട്ടിയുടെ മുഖവും തെളിഞ്ഞു. തോളിൽ കിടന്നിരുന്ന ടർക്കി എടുത്തവൻ വെറുതെ കൈയിന്മേൽ ചുറ്റിക്കെട്ടി നിന്ന് ചിരിച്ചു. അപ്പനും അമ്മച്ചിയും എന്ന് വരുമെന്നതിനെ കുറിച്ച് അവൻ സംസാരിക്കാൻ ഒരുങ്ങുമ്പോഴാണ് കോൺട്രാക്ടറുടെ നോട്ടക്കാരൻ രാഘവന്റെ വരവ്. ഏ ഇത് എന്തോന്നാ പെണ്ണുപിള്ളെ? നിങ്ങൾ കുറെ നേരമായല്ലോ അവിടെ നിന്ന് കിന്നരിക്കുന്നു. ശൃംഗരിക്കാതെ പണി നടക്കട്ടെതല്ലേ? നാശം! അന്നക്കുട്ടി ധൃതിയിൽ താഴെ ഇട്ടിരുന്ന കുട്ട കുനിഞ്ഞെടുത്തു. വാക്കെടുത്താല് നല്ലത് വായി വരത്തില്ല. മൃഗമാ, കുഞ്ഞു പൊക്കോ. ജോയിക്കുട്ടി ടർക്കി ടവൽ കൊണ്ട് തലയിൽ ഒരു വട്ടക്കെട്ട് കെട്ടി. പിന്നെ മൂളിപ്പാട്ടും പാടി ഓട്ടോറിക്ഷയുടെ നേർക്ക് നടന്നു. അന്നക്കുട്ടി ഒരു നിമിഷം കൂടി ആ നടപ്പ് നോക്കി നിന്നു. തല ഉയർത്തിയുള്ള നടപ്പ്, ഒത്ത ശരീരം, മിടുക്കൻ. 2 ഏക്കർ സ്ഥലമുണ്ടെന്ന്, 2 ആമക്കൾ മാത്രം. പോരാത്തതിന് ഓട്ടോറിക്ഷയും. ദുരിതങ്ങളുടെയും ദോഷങ്ങളുടെയും ഘോഷയാത്ര അവസാനിക്കുകയാണോ? ഭാഗ്യം ജോയിക്കുട്ടിയുടെ രൂപത്തിൽ മെല്ലെ വരികയാണോ? ആണ്. സ്നേഹമുള്ള കൊച്ചനാണവൻ. അമ്മച്ചി എന്ന വിളി തന്നെ എത്ര ഹൃദ്യം. ഈ തള്ളേ, നിങ്ങൾ എന്നെ സ്വപ്നം കാണുകയാണോ? കെട്ടിയോന്റെ ഭ്രാന്ത് മാറിയെന്ന് തോന്നുമല്ലോ, രാഘവൻ വീണ്ടും വിളിച്ചു പറഞ്ഞു. അന്നക്കുട്ടി ധൃതിയിൽ മണ്ണുകോരുന്നിടത്തേക്ക് നടന്നു. മുതുക്കി കിളവിയായാലും ആമ്പിള്ളേരെ കണ്ടാല് പിടിച്ചു നിർത്തും കിന്നരിക്കാൻ. നാണമില്ലാത്ത വക. രാഘവൻ നീട്ടിയൊരു തുപ്പ്. നാറി, അന്നക്കുട്ടി അമർഷത്തോടെ ഓർത്തു. ചീത്ത വർത്താനം മാത്രമേ പറയൂ. കയ്യിലിരിപ്പും തീർത്തും മോശം. പണിക്കാർക്കിടയിലൂടെ നടന്ന് പെണ്ണാളുകളെ മുട്ടി ഉരുമുന്ന നാണം കെട്ടവൻ. പ്രായം 50ഓടടുത്തു, എന്നിട്ടും ചെറുപ്പക്കാരെ പോലെയാണ്. തള്ളേന്ന് 50 വിളിക്കുന്നു. തനിക്ക് 45 കഴിഞ്ഞതേ ഉള്ളൂ. അയാൾ പറയുന്നത് എന്തിന്? കണ്ട 65 തോന്നിക്കും. ദുരന്തങ്ങളും കഷ്ടപ്പാടും മാത്രം. തന്നിലെ പ്രായത്തെ അത് ഇരട്ടിപ്പിച്ചിരിക്കുന്നു. അതിൽ സങ്കടമില്ല. പക്ഷെ അനാവശ്യങ്ങൾ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോ. വൈകുന്നേരം കിട്ടിയ കൂലിയുമായി ചന്തയിലെത്തി. 2 കിലോ അരി വാങ്ങി, 5 കിലോ കപ്പ, അല്പം ഉണക്കമീൻ, കപ്പയ്ക്ക് കൂട്ടാൻ, അല്ലറ ചില്ലറ കറി വെക്കാൻ. പലവ്യഞ്ജനം വാങ്ങിയപ്പോഴേക്കും പൈസ തീർന്നു. അതുകൊണ്ട് ഒന്നിനും ആകുകയില്ല. കറിയയുടെ വിശപ്പടക്കാൻ ഒരു ദിവസം 5 കിലോ അരി വാങ്ങിയാലും തികയില്ല. 10 കിലോ കപ്പ ഉണ്ടെങ്കിലും പോരാ. പിന്നെങ്ങനെ 2 കിലോ അരിയും 5 കിലോ കപ്പയും ആ കുടുംബത്തിന് മുഴുവനായും തികയും?
അതിൽ കൂടുതൽ വാങ്ങാൻ അന്നക്കുട്ടിക്ക് പാങ്ങില്ല. അതുകൊണ്ട് തന്നെ കറിയയുടെ നിലവിളിയും ബഹളവും ഒരിക്കലും ശമിക്കുകയുമില്ല. വിശപ്പ് അധികരിച്ചിട്ടാണോ കറിയയ്ക്ക് ഭ്രാന്ത് വന്നത് എന്ന് പലപ്പോഴും പലരും ചോദിച്ചിട്ടുണ്ട്. വിശപ്പ് ഭ്രാന്തൻ. വൈകുന്നത് വരെ വെയിലോ മഴയോ കണക്കാക്കാതെ പണി ചെയ്ത് ആ കാശിന് അരി സാമാനവും ചുമന്നുകൊണ്ട് അമ്മച്ചി വരുന്നത് കാണുമ്പോ പെമ്മക്കൾക്ക് സങ്കടം വരും. വന്നാ സൗര്യമുണ്ടോ? അച്ചായന്റെ ബഹളമാണ് പിന്നെ. ഉറങ്ങാൻ പോലും ഗത്യന്തരമില്ല. അന്നക്കുട്ടി വഴിയിൽ വെച്ച് കേട്ടു വീട്ടിലെ ബഹളം. കറിയയുടേതാണ്. അയ്യോ അയ്യോ! വിശപ്പിന്റെ ഒരു തരം വിളിയാണ്. ഒരു തരം ഓരിയിടൽ പോലെ. ചെവി പൊട്ടിപ്പോകുന്ന ശബ്ദമാണ്. ഇത് കൊണ്ടു ചെന്ന് വേവിച്ച് കാലാക്കി മുമ്പിൽ കിട്ടുന്നതാണ് കണക്ക്. അന്നക്കുട്ടി നടത്തത്തിന് വേഗം കൂട്ടി. ചാണകം മെഴുകിയ ഇളം തിണ്ണയിലേക്ക് ഭാരം ഇറക്കി വെച്ചപ്പോഴേ ആനയും ആലിസും വന്നൊക്കെ എടുത്തു. റീന വന്നിട്ടുണ്ടാവില്ല. അവൾ തയ്ക്കാൻ പോയിരിക്കുകയാണ്. വെള്ളം പിന്നാമ്പുറത്ത് ചൂടാക്കിയിട്ടുണ്ട് അമ്മച്ചി, കുളിച്ചിട്ട് വാ. അപ്പോഴേക്കും കപ്പ ചെണ്ടം പുഴുങ്ങാം, ആലീസ് പറഞ്ഞു. ഒരടുപ്പത്ത് കഞ്ഞിക്ക് വെള്ളവും ഒരടുപ്പത്ത് കപ്പയ്ക്ക് വെള്ളവും അവൾ വെച്ചിട്ടുണ്ടായിരുന്നു. 5 കിലോ കപ്പയുണ്ട്. പകുതി എടുക്ക ഇപ്പോ. പകുതി രാവിലത്തേക്കും 2 സമയത്തേക്കും കൂടി തികയില്ല എന്ന് കരുതി ഒന്നാകെ പുഴുങ്ങിയാൽ എന്തു ചെയ്യും? നാളെ പട്ടിണിയാകില്ലേ? ആലീസ് പകുതി കപ്പ മാറ്റിവെച്ച് ബാക്കി ചെണ്ടം മുറിച്ചു. ആനയും സഹായിച്ചു തൊലി കളയാൻ. കപ്പ തിളച്ചപ്പോഴേക്കും അന്നക്കുട്ടി കുളി കഴിഞ്ഞ് മുണ്ടും ചട്ടയും മാറിയെടുത്ത് വന്ന് അടുക്കളയിൽ പലകപ്പുറത്തിരുന്നു. ആലീസ് ചൂടുള്ള കടുംചായ കൊടുത്തു. അതാണ് അന്നക്കുട്ടിക്ക് ഏറെ ഇഷ്ടം. കടുംചായ ഊതി കുടിക്കുന്ന അമ്മച്ചിയെ ശ്രദ്ധിച്ച് ആനി ചോദിച്ചു. വന്നപ്പോഴേ മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു. അമ്മച്ചിയുടെ മുഖത്ത് വലിയ സന്തോഷം. എന്താ അമ്മച്ചി? അന്നക്കുട്ടി പിടിച്ചിരുന്ന കോപ്പ തുളുമ്പി. കടുംചായ തെല്ല് താഴെ വീണു. കോപ്പ പിടിച്ചിരുന്ന കൈക്കൊരു വിറയൽ. മുഖത്തെ സന്തോഷം അപ്പാടെ പൊലിഞ്ഞു. അവരുടെ നോട്ടം ആനിയുടെ മുഖത്ത് പതിഞ്ഞു. അതീവ സങ്കടത്തോടെ. പറയമ്മേ, ആനി നിർബന്ധിച്ചു. ആലീസിന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് ആനി, അന്നക്കുട്ടി പറഞ്ഞൊപ്പിച്ചു. ആനിയുടെ മുഖമൊന്ന് മങ്ങി. ഒരു നിമിഷത്തേക്ക് മാത്രം. പിന്നെ അവൾ സമനില വീണ്ടെടുത്തു. ആലീസിന്റെ ഹൃദയവും കൈകളും വിറകൊള്ളുകയായിരുന്നു അപ്പോൾ. 3 പെമ്മക്കളും സുന്ദരിമാരായിരുന്നു. കൂട്ടത്തിൽ ഏറെ സുന്ദരി മൂത്ത മകൾ ആനിയായിരുന്നു താനും. 4-5 വർഷം മുമ്പ് വരെ. ഇപ്പോ ആ മുഖം മെലിഞ്ഞ് കവിളലുകൾ പൊങ്ങിയിരിക്കുന്നു. കണ്ണുകൾ 2 കുഴികളിലാണ്. കമ്പുകൾ പോലെ കൈകളും കാലുകളും. ശരീരം വല്ലാതെ ക്ഷീണിച്ചു. അസ്ഥിക്കുള്ളിൽ മജ്ജ ഇല്ലാതാകുകയാണത്രേ. എത്ര ചികിത്സിച്ചു. അതിന് പാങ്ങുണ്ടോ? മരുന്നിനൊക്കെ എന്താ വില? ഗവൺമെന്റ് ആശുപത്രിയാണ്. പക്ഷെ ചെന്നാ എല്ലാം കുറിച്ചിങ്ങ് തരും. ആരോട് പറയാൻ? ഭ്രാന്തനായ കെട്ടിയോന്റെ വിശപ്പ്, രോഗിയായ മകൾക്ക് ചികിത്സ. അന്നക്കുട്ടിയെ തകർക്കുന്ന 2 കാര്യങ്ങൾ. പരമാവധി രണ്ടും ചെയ്യുന്നു. രണ്ടിനും ഒട്ടും ശമനവുമില്ല. ആ കുടുംബത്തെ ആകെ കാർന്നു തിന്നൊടുക്കുന്ന 2 ഭീകര ജീവികളാണ് കറയുടെ വിശപ്പും ആനയുടെ രോഗവും. അന്നക്കുട്ടിക്ക് ഇരുവരോടും ദേഷ്യമില്ല. ആവുന്നത് പോലെ ഒക്കെ ചെയ്യുന്നു. എല്ലാം വിധിയെന്ന് സമാധാനിക്കുന്നു. എവിടുന്ന ആലോചന? ആനി ചോദിച്ചു. 5-ാം പാറയിന്ന്. ചെക്കൻ മിടുക്കനാ. എന്റെ അടുത്ത് വന്നു. ഓട്ടോറിക്ഷ ഓടിക്കുക. 2 ഏക്കർ സ്ഥലമുണ്ടെന്ന്. ആകെ 2 ആൺപിള്ളേർ. മൂത്തവനാ ജോയിക്കുട്ടി. നമ്മുടെ സ്ഥിതിയൊക്കെ അറിയാവുന്നവനാ, അമ്മച്ചി പറഞ്ഞു. അവൻ ആലീസിനെ കണ്ടിട്ടുണ്ടത്രേ. ആലീസ് അരി കഴുകിയിടുകയാണ്. അവളുടെ ഹൃദയം അത്യുച്ചത്തിൽ ദ്രുതതാളമിട്ടു. അമ്മച്ചി എന്നാ പറഞ്ഞു? ഞാൻ എന്നാ പറയാനാ? അന്നക്കുട്ടി മുഖം താഴ്ത്തി. പിന്നെ ആരാ പറയേണ്ടത്? ഇവിടെ നമുക്ക് വേറെ ആരാ ഉള്ളത്? ആലീസിന്റെ പ്രായം എന്തായിന്ന് അമ്മച്ചിക്ക് അറിയാമേലേ? അന്നക്കുട്ടി അവളുടെ മുഖത്തേക്ക് നോക്കി. അറിയാഞ്ഞല്ല പെണ്ണെ, നമുക്ക് പാങ്ങുണ്ടോ? പിന്നെ പിന്നെ നിന്നെ ഓർക്കുമ്പോ. അന്നക്കുട്ടി മുണ്ടിന്റെ അറ്റം കൊണ്ട് നിറഞ്ഞു വന്ന മിഴികൾ തുടച്ച് വിതുമ്പലടക്കി. എന്നെ ഓർക്കണ്ട. ആനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. നടക്കുന്ന കാര്യമാണെങ്കിൽ എന്റെ പേരും പറഞ്ഞ് കല്യാണം മുടക്കരുത്. അങ്ങനെ എങ്ങാനും ചെയ്താല് 1 മുഴം കയറിൽ ഞാൻ തൂങ്ങും. ഞാൻ ഇങ്ങനെ ജീവിക്കുമ്പോഴല്ലേ എന്നെ ഓർക്കത്തുള്ളൂ. അന്നക്കുട്ടി മിഴിച്ചിരുന്നു പോയി. ആനി പക്ഷെ വിങ്ങു പൊട്ടുകയായിരുന്നു. ഈ ജന്മം തനിക്കൊരു കല്യാണത്തിന് വിധിയില്ലെന്ന് ആരെക്കാളും നന്നായി അവൾ അറിയുന്നു. ആലീസും കണ്ണീരടക്കാൻ പാടുപെടുകയായിരുന്നു. അടുക്കളയിലെ കരിയും ചെളിയും പുകയും ആലീസിന് വിധിക്കപ്പെട്ടതാണ്. ഈ വീട്ടിലെ സ്ഥിതി ആലോചിച്ച ഒന്നിനും ആഗ്രഹിക്കാൻ പാടില്ല താനും. അവൾ കപ്പ ഊറ്റി ഉപ്പൊഴിച്ചു. ഉണക്കമീൻ കനലിലിട്ട് ചുട്ട് ചമ്മന്തി ആക്കുമ്പോഴേക്കും കറിയായുടെ വിശപ്പിന്റെ വിളി അസഹ്യമായി കഴിഞ്ഞിരുന്നു.
അലർച്ചയുടെ കൂടെ കേൾക്കാൻ കൊള്ളാത്ത തെറിയും കെട്ടുകളെയും മക്കളെയുമാണ്. തിന്നാനുള്ള സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ കറിയേക്ക് തിന്നാൻ പ്രത്യേകിച്ച് സമയം വേണോ? ഒരു അലുമിനിയം പ്ലേറ്റിലേക്ക് കലത്തിലുണ്ടായിരുന്നതിന്റെ 3/4 പങ്കും ആലീസ് കുടഞ്ഞിട്ടു. അന്നക്കുട്ടി അതുമായി പിന്നാമ്പുറത്തെ ചായ്പിലേക്ക് കടന്നു. മലത്തിന്റെയും മൂത്രത്തിന്റെയും മാത്രമല്ല, എങ്ങും കെട്ടിക്കിടക്കുന്ന വല്ലാത്ത വാട ആ മുറിയിലുണ്ട്. എന്നും മുറി കഴുകാനും കറിയെ കുളിപ്പിക്കാനും ആരാണുള്ളത്? അല്ലെങ്കിൽ തന്നെ അതൊരു യജ്ഞമാണ് താനും. ചാലയ്ക്ക് എത്താവുന്ന അകലത്തിൽ എത്തി നിൽക്കുകയായിരുന്നു കറിയ. അന്നക്കുട്ടിയുടെ കയ്യിൽ പ്ലേറ്റ് കണ്ടതും ആർത്തി പെരുകി കറിയ അതിന്മേൽ കയറി പിടിച്ച് ബലമായി വലിച്ചു. കുറെ കപ്പക്കഷ്ണങ്ങൾ താഴെ വീണുപോയി. മാലിന്യങ്ങളും മണ്ണും നിറഞ്ഞ തറയിലേക്ക് കറിയ അതിനു മുമ്പിലേക്ക് പടഞ്ഞിരുന്നു. ആദ്യം മണ്ണിൽ വീണത് തന്നെ പെറുക്കി വായിലിട്ടു. വായിലിട്ടത് നിറച്ച് ചവയ്ക്കാൻ തുടങ്ങി. കണ്ണുകൾ മിഴിച്ചാലും തൊണ്ടയിൽ തടഞ്ഞാലും അതൊരു പ്രശ്നമല്ല. അയാളുടെ തീറ്റി നോക്കി ഇപ്പുറത്ത് കൂന്തക്കാലിൽ ഇരുന്നു കൊണ്ട് അന്നക്കുട്ടി കുടുംബനാഥനായ ഭർത്താവിനോട് എന്നതുപോലെ പറഞ്ഞു, നമ്മുടെ ആലീസിന് ഒരാലോചന വന്നിട്ടുണ്ട്. കറയുടെ ശ്രദ്ധ കപ്പയിൽ, ദേഹത്ത് പറ്റിപ്പിടിക്കുന്ന ഈച്ചയിലൊക്കെയാണ്. നമ്മുടെ ആനിയെ നിർത്തിയിട്ട് എനിക്ക് ഒട്ടും മനസ്സില്ല. അവളെ പെറ്റത് ഞാനല്ലേ? ആ സ്ത്രീ വിതുമ്പി. ഞാനിതൊക്കെ ആരോടാ പറയുന്നേ? ആരാ നമ്മളെ സഹായിക്കാനുള്ളേ? കറിയ ഒന്ന് ഇളിച്ചു കാട്ടി, തീറ്റ നിർത്താതെ തന്നെ. പിന്നെ വീണ്ടും കപ്പ വായിൽ തിരുകി. ജോയിക്കുട്ടി എന്നാ പേര്. ഓട്ടോറിക്ഷ ഓടിക്കുക. നമ്മുടെ ആലീസിന് നല്ല ചേർച്ചയായിരിക്കും. പ്ലേറ്റിലെ കപ്പ തീർന്നു. കറിയുടെ വിശപ്പ് തീർന്നില്ല. അയാൾ പ്ലേറ്റിലേക്ക് തുറച്ചു നോക്കി. പിന്നെ കൂന്തക്കാലിലിരിക്കുന്ന അന്നക്കുട്ടിയെയും. ഇനിയും താ. കറിയ പ്ലേറ്റിലേക്ക് ചൂണ്ടിക്കൊണ്ട് മുരണ്ടു. ഇനി ചോറ് തരാം. അരി അടുപ്പേല. കപ്പ തീർന്നു. പ്ലേറ്റ് എടുക്കാൻ അന്നക്കുട്ടി കൈനീട്ടിയതും കറിയ ഇടതുകാൽ നീട്ടി ഒറ്റത്തൊഴി. ഇനിയും താട്ടടി. അലർച്ചയും അന്നക്കുട്ടി പിന്നോട്ട് വീണു. അമ്മച്ചി! ആനയും ആലീസും ഓടിച്ചെന്ന് അന്നക്കുട്ടിയെ പിടിച്ചുയർത്തി. എത്ര നല്ലവനും മര്യാദക്കാരനുമായിരുന്നു കുറ്റിക്കാട്ടെ കറിയ. നാട്ടുകാർ പറയും ഇങ്ങനെ വന്നല്ലോ. എത്ര സ്നേഹമുള്ള മനുഷ്യനായിരുന്നു. അന്നക്കുട്ടി ഓർക്കും. ആ ഓർമ്മ 45 കഴിഞ്ഞ അവരെ ഇപ്പോഴും തരളിതയാക്കും. അന്നക്കുട്ടിയെയും പിള്ളേരെയും ജീവനായിരുന്നു കറിയാക്ക്. ചുമടെടുപ്പായിരുന്നു പണി. ആനയും ആലീസും പെണ്ണായി പിറന്നു കഴിഞ്ഞപ്പോ പറഞ്ഞു, ഒരാണ് വേണം അല്ലേടി അന്നക്കുട്ടി? കാര്യം എന്താന്ന് വെച്ചാലേ, എനിക്ക് എന്തേലും ദണ്ണം വന്ന് വീണു പോയാല് ഒരു നേരത്തിന്റെ അന്നത്തിന്റെ വക നിനക്ക് തരാൻ ഒരുത്തം വേണ്ടായോ? എത്ര ശരിയായിരുന്നു ആ പറച്ചിൽ. അന്നക്കുട്ടി ഓർക്കും. ആണൊരുത്തം ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രയേറെ പങ്കപ്പാട് സഹിക്കേണ്ടി വരുമായിരുന്നു. അറം പറ്റിയതുപോലെയാണോ വാക്കുകൾ? മൂന്നാമത് പെണ്ണുണ്ടായതിന്റെ നിരാശ കൊണ്ടാണ് ഭ്രാന്ത് വന്നതെന്ന് നാട്ടുകാർ പറയുന്നു. പക്ഷേ അന്നക്കുട്ടി അത് സമ്മതിക്കുകയില്ല. കാരണം റീനയും ജീവനാണ്. അവളുടെ 2ാം വയസ്സിലാണ് അസുഖം തുടങ്ങിയത്. അതുവരെ അവളെ കൈത്തണ്ടയിൽ നിന്ന് താഴെ വെക്കുകയില്ലായിരുന്നല്ലോ. ആനയെയും ആലിസിനെയും ഇടതും വലത്തും ഇരുത്തും. അച്ചായന്റെ പൊന്നു മക്കളെന്നേ വിളിക്കൂ. അത്രയ്ക്ക് സ്നേഹം ഉള്ളിലുള്ള ആൾക്ക് ആണില്ല എന്നുള്ള കാരണം കൊണ്ട് കിറുക്ക് വരുമോ? കാരണം എന്താണെന്ന് ഇപ്പോഴും ആർക്കും അറിയില്ല. അന്നക്കുട്ടിക്കും അറിയില്ല. ചുമടെടുത്തുകൊണ്ടിരുന്ന വഴി തലകറങ്ങി വീണു. അരിച്ചാക്ക് തലയ്ക്ക് മുകളിലുണ്ടായിരുന്നു. വീഴുമ്പോ ചാക്ക് മാറ്റിയിട്ടാണ് കറിയായെ പൊക്കിയെടുത്തത്. ബോധമില്ലായിരുന്നു. ആശുപത്രിയിലാക്കി. മരുന്ന് കൊടുത്തു. ബോധം വീണു. തിരിച്ചു കൊണ്ടുപോന്നു. അവിടെ മുതലാണ് ആരംഭം. മൗനമായിരുന്നു ആദ്യം. എന്നാലും പണിക്ക് പോകും. കൂലി കൊണ്ടുവരും. വല്ലതും കൊടുത്താൽ കഴിക്കും. മക്കളോടോ അന്നക്കുട്ടിയോടോ മിണ്ടാതായി. അന്നക്കുട്ടിയുടെ കണ്ണീർ അവിടെ നിന്ന് ആരംഭിക്കുന്നു. ഒരു രാത്രിയിലാണ് രൂക്ഷമായതും ഭ്രാന്തൻ എന്ന പേര് വീണതും. കിടക്കപ്പായമിൽ നിന്ന് അലറിക്കൊണ്ട് ഇറങ്ങി ഓടി. ഉടുതുണിയില്ലാതെ. നാട്ടുകാർ പിടികൂടി. പിടിച്ചവരെയൊക്കെ ഉപദ്രവിച്ചു. വല്ല വിധേനയും പിടിച്ചു കെട്ടി ആശുപത്രിയിൽ എത്തിച്ചു. ഷോക്ക് അടുപ്പിച്ചു. മരുന്നും ഗുളികയും കൊടുത്തു. എത്ര നാൾ അവിടെ കഴിഞ്ഞു? പിന്നെ എത്ര നാൾ നാട്ടുചികിത്സ ചെയ്തു? കഷായവും തളം വയ്ക്കലും ധാരകോരലും ഉണ്ടായിരുന്ന പൊന്നും പൊടിയും തീർന്നു. കടം തലയ്ക്ക് മീതെയായി. അന്നക്കുട്ടിയുടെ വീട്ടുകാർ കുറെ സഹായിച്ചു. നാട്ടുകാരും കുറെ സഹായിച്ചു. ഒടുവിൽ എല്ലാവരും മടുത്തു. അന്നക്കുട്ടിക്ക് മാത്രം മടുക്കാൻ കഴിയുന്നില്ല. ഇന്ന് സുബോധമില്ല. ശല്യക്കാരനാണ്. തരത്തിന് കിട്ടിയ തൊഴിച്ചു മറിക്കും. ഒക്കെ ശരി. പക്ഷേ അവരുടെ കഴുത്തിൽ മിന്നു കെട്ടുമ്പോ കറിയ എന്തിനും ഏത് നിൽക്കുന്ന കരുത്തനായ ഒരാണായിരുന്നു. സ്നേഹം കൊണ്ട് മൂടുന്ന ഭർത്താവായിരുന്നു.
അത് അവർക്ക് മറക്കാൻ പറ്റുന്നില്ല. അല്ലെങ്കിലും വലതു കരണത്ത് അടിക്കുന്നവർക്ക് ഇടതു കരണം കൂടി കാട്ടിക്കൊടുക്കുന്ന സ്വാതിയാണ് ആ സ്ത്രീ. എന്ത് കാര്യവും കറിയുടെ മുമ്പിൽ ചെന്നിരുന്ന് അന്നക്കുട്ടി പറയും. പ്രതികരണം പ്രതീക്ഷിച്ചല്ല, അതൊരു കടമയാണെന്ന് അവർ കരുതുന്നു. മിക്കപ്പോഴും ആ ആലോചന അവസാനിക്കുക ഇത്തരം അതിര് കടന്ന രംഗത്തിലായിരിക്കും. അടിയോ തൊഴിയോ പാത്രം എടുത്തെറിയുകയോ. അപ്പപ്പോ തോന്നുന്നതാണ് കറിയെ ചെയ്യുക. അന്നക്കുട്ടിക്ക് കാര്യമായി ഒന്നും പറ്റിയിരുന്നില്ല. മക്കൾ അവരെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അതിനുള്ളിൽ കടന്നിരുന്ന് എന്തിനാണ് ഇങ്ങനെ കാര്യം പറയുന്നതെന്ന് പലകുറി മക്കൾ ചോദിച്ചിട്ടുണ്ട്. എന്തിന്? അത് അവർക്ക് തന്നെ അറിയാത്ത കാര്യം. അത് വേണ്ട എന്ന് വെക്കാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടുമില്ല. പിറ്റേന്ന് പകൽ ആനയും ആലിസും കൂടി തുണികൾ അടിച്ചു നനയ്ക്കാനും കുളിക്കാനുമായി ആറ്റുതിട്ടയിലേക്ക് പോയി. ആറ്റുകടവ് വേറെയുണ്ട്. ആലിസും ആനയും ആ പൊതുകടവിൽ കുളിക്കാറില്ല. അവർ പ്രത്യേകമായി ഒരു കടവ് ഉണ്ടാക്കിയെടുത്തു. തൈകൾ വളർന്നു നിൽക്കുന്നതിന്റെ ഇടയിലായി ആറ്റുതിട്ടയിൽ ഒരു കല്ലും ഇട്ടു. അവരൊഴിച്ച് മറ്റാരും അവിടെ കുളിക്കാൻ വരാറില്ല. കാരണം അവർ കൊണ്ടുവരുന്ന തുണികൾക്കിടയിൽ കറിയായുടെ ഒടുതുണികളും കാണും. മലവും മൂത്രവും ഉണങ്ങി കട്ട പിടിച്ചിരിക്കുന്ന തുണികൾ, വല്ലാതെ നാറുന്നവ. പൊതുകടവാകിയാൽ അവിടെ മറ്റുള്ളവർ കുളിക്കുന്നുണ്ട്. ഈ നാറ്റവും പൊതുവാക്കി അവരുടെ മുഖം ചുളിപ്പിക്കുന്നത് എന്തിന്? അതുകൊണ്ട് ആലീസ് കടവുണ്ടാക്കി. ഒഴുക്കുവെള്ളത്തിന്റെ തെളിനീറ്റലിൽ അഴുക്ക് കെട്ടിക്കിടക്കില്ലല്ലോ. നല്ല തെളിനീർ ഒഴുകുന്ന പുഴയാണത്. പുഴയ്ക്കക്കരെ വലിയ നെൽപ്പാടങ്ങൾ. പുഴ ചെന്ന് ചേരുന്നത് കായലിൽ. പശുവിന് പുല്ല് പറിക്കാനും നെല്ല് വിളയുന്ന സമയത്ത് കൊയ്തു മെതിക്കാനും ഉതിര് പെറുക്കാനും ഒക്കെ ആലീസ് കടത്തുവെള്ളം കടന്ന് അക്കരെ പോയിട്ടുണ്ട്. ആലീസ് കൊയ്തു നെല്ല് കൊണ്ടുവരുന്ന സമയത്ത് കറിയ വയർ നിറയെ ചോറുണ്ണാറുമുണ്ട്. ഇപ്പൊ പാടത്താകെ വെള്ളം കയറി കിടക്കുന്നു. പുല്ല് ഇക്കരെ പറമ്പിലുമുണ്ട്. അതുകൊണ്ട് അക്കരെ പോകാറില്ല. ആലീസ് തുണികൾ മുക്കി ഒലുമ്പുകയും സോപ്പിട്ട് തിരുമുകയുമാണ്. അവൾ കഴുകി പിഴിഞ്ഞു കൊടുക്കുന്ന തുണികൾ നല്ല വെയിലുള്ള സ്ഥലം നോക്കി ആനി വിരിക്കും. അലക്കി കുളിച്ച് പോകാൻ വരുമ്പോഴേക്കും തുണികൾ ഉണങ്ങിയിരിക്കും. മടക്കിയെടുത്തു പോകാം. കുറെ തുണികൾ വിരിച്ചു വന്നിട്ടാണ് ആനി തന്റെ മനസ്സിൽ ഇന്നലെ മുതൽ തികട്ടി വന്ന സംശയം അനിയത്തിയോട് ചോദിച്ചത്. ആ 5-ാം പാറക്കാരൻ നിന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, എവിടെ വെച്ചാ? അത് ചോദ്യം പെട്ടെന്നുണ്ടായതുകൊണ്ട് ആലിസ് വല്ലാതെ പരുങ്ങലിലായി. നീ അവനെ കണ്ടിട്ടുണ്ടോ? ആനി വീണ്ടും ചോദിച്ചു. ആ, അവൾ സമ്മതിച്ചു. എവിടെ വെച്ച്? ചേച്ചിയും കണ്ടിട്ടുള്ള? ആലീസ് പതിയെ പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ടെന്നോ? ആനിക്ക് അത്ഭുതം. ആ, ആലീസ് പറഞ്ഞു. ആലീസ് സംഭവം പറഞ്ഞു. ആനയെയും കറിയായും നോക്കുന്ന ചുമതല പൂർണ്ണമായും ആലീസിൻ്റെതാണ്. അതാണ് അവൾ കൂലിപ്പണിക്കൊന്നും പോകാത്തത് തന്നെ. വയ്യാത്ത ആനയുടെയും സുബോധമില്ലാത്ത കറിയയുടെയും കാര്യം നോക്കണം. പണി കഴിഞ്ഞ് തളർന്നു വരുന്ന അമ്മച്ചിക്കും തയ്യൽ കഴിഞ്ഞ് ക്ഷീണിച്ചു വരുന്ന റീനയ്ക്കും ആഹാരം കൊടുക്കണം. ഒക്കെ ആലിസിന്റെ ചുമതല. അവളാണ് വീട്ടുകാരി. ഉള്ളതും ഇല്ലാത്തതും അവൾക്കേ അറിയൂ. മറ്റുള്ളവർ സമയമുള്ളപ്പോ കഴിയുന്നത് പോലെ അവളെ സഹായിക്കുകയും ചെയ്യും. ആനയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും മരുന്ന് വാങ്ങുന്നതും ആലിസാണ്. ഒരിക്കൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി ബസ് സ്റ്റാൻഡിലേക്ക് നടക്കവേ ആനയ്ക്ക് തലകറക്കം വന്നു. ഒട്ടും നടക്കാൻ വയ്യാത്ത തളർച്ചയും. ഒരു ഓട്ടോ വിളിച്ചു. ഹോസ്പിറ്റൽ വാതിൽക്കിൽ നിന്നും ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ആ ഓട്ടോയിലുള്ള യാത്ര ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നതും അധിക ചെലവുമാണ്. ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോ ഓട്ടോക്കാരൻ പറഞ്ഞ ചാർജിനേക്കാൾ 2 രൂപ കുറവാണ് കയ്യിൽ. പിന്നെ തരാമെന്ന് പറഞ്ഞു. ഡ്രൈവർ സമ്മതിക്കോ? പിന്നെ എന്തിനാണ് ഓട്ടോയിൽ കയറുന്നതായി ഒടുവിൽ പരിഹസിച്ചു. മേലിൽ കാശില്ലാതെ ആരുടെയും ഓട്ടോയിൽ കയറാൻ നോക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകി. അയാൾ പോയി. ആലിസിന്റെ മനസ്സിലും ഇത്തിരി വാശിയുണ്ടായി. 2 രൂപ കുറഞ്ഞതിന് ഇത്രയൊക്കെ പറയാമോ? അയാളോട് ഇതിന് മറുപടി പറഞ്ഞിട്ട് തന്നെ കാര്യം എന്നുറച്ച് ആലിസ് ബസ് കയറി ഹോസ്പിറ്റലിന് മുൻപിലെത്തി. ആ വണ്ടി ഓട്ടം പോയിരിക്കുകയാണ്. ആലിസ് കാത്തു നിന്നു. വണ്ടി വന്ന ഉടൻ പണം കൊടുത്തു. അപ്പൊ കയ്യിലില്ലായിരുന്നു. ആർക്കും സംഭവിക്കാവുന്ന കാര്യം. നിങ്ങൾ കരുതി ഞങ്ങൾ പറ്റിക്കുന്നവരാണെന്ന്. അങ്ങനെയുള്ളവരൊന്നും അല്ല ഞങ്ങള്. ദാണ്ടെ പൈസ, ഞാൻ പോന്നു. ആലിസ് പണം ഓട്ടോറിക്ഷയുടെ സീറ്റിൽ വെച്ച് ധൃതിയിൽ നടന്നു. ബസ് സ്റ്റാൻഡിലേക്ക് അവൻ വണ്ടിയുമായി പിന്നാലെ വന്നു. വീടിനെക്കുറിച്ചും വീട്ടിലുള്ളവരെ കുറിച്ചും ഒക്കെ ചോദിച്ചു. കാര്യമായി ചോദിച്ചപ്പോ ആലിസ് എല്ലാം പറഞ്ഞു. 1-2 തവണ വീണ്ടും കണ്ടിട്ടുണ്ട്, ആനയുമായി മരുന്നിന് പോകുമ്പോ. ഒരിക്കൽ പറഞ്ഞു, ആലിസിനെ എനിക്കിഷ്ടായി. ഞാൻ ആലിസിനെ കെട്ടാൻ പോവുക. അവൾ മുഖം കുനിച്ചുപോയി. ആനി ഡോക്ടറുടെ അടുത്തേക്ക് കയറി പോകുന്ന തക്കം നോക്കി അടുത്തെത്തിയാണ് സൊള്ളൽ. കഴിഞ്ഞ തവണ കണ്ടപ്പോ പറഞ്ഞു,
ഞാൻ ആലിസിന്റെ അമ്മച്ചിയെ കാണാൻ പോവുകയാ. വീട്ടിലെ എല്ലാ സാഹചര്യവും അറിയാവുന്നത് കൊണ്ട് ആലിസ് എതിർത്തു. എങ്ങനെ നടക്കാനാണ്? സ്വപ്നം കാണാൻ പോലും യോഗമില്ലാത്തവളാണ് താൻ. പക്ഷെ ഇത്ര പെട്ടെന്ന് അമ്മച്ചിയെ കാണുമെന്ന് ഓർത്തതേയില്ല. ഓ, ആ ഓട്ടോക്കാരനാണോ ആള്? ആനി ചോദിച്ചു. ആലീസ് തലയാട്ടി. ഞാൻ ഓർക്കുന്നു അയാളെ. പക്ഷെ അയാൾ ഒരു മുരടനാണല്ലോ പെണ്ണെ. ഒരു മനുഷ്യപ്പറ്റില്ലാത്ത രീതി. അന്ന് 2 രൂപ കുറഞ്ഞപ്പോ അവന്റെ ഒരു നാറിയ വർത്താനം. ആനി പറഞ്ഞു. ഇപ്പൊ അങ്ങനെ അല്ല ചേച്ചി. അന്ന് പറഞ്ഞ പോലൊന്നല്ല. എന്നെ ഒത്തിരി ഇഷ്ടാന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോ അയ്യോ പാവാന്ന് വെച്ചു. ആലീസ് പറഞ്ഞു. നല്ലവനായാലും കാട്ടുമൃഗമായാലും സാരമില്ല. നിനക്ക് ഇവിടുന്ന് രക്ഷപ്പെടാമല്ലോ ആലീസെ. നീ എന്തോരം കഷ്ടപ്പെടുന്നുണ്ട്. നിനക്ക് ദൈവം കൂട്ടിത്തന്നത് അവനെ. കാട്ടുമൃഗമായാലും മെരുക്കണം. നിനക്ക് അതിന് കഴിയും. നീ അത്രയ്ക്ക് പാവാ. ആനയുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. ആലീസിനും മനസ്സിനും മുട്ടലുണ്ടായി. തന്നേക്കാൾ 3 വയസ്സിന് മൂത്തതാണ് ആനി ചേച്ചി. അതിന്റെ ഒരു വിധി. പാലത്തുങ്കലിൽ നിന്ന് ജോയിക്കുട്ടിയുടെ അപ്പനും അമ്മച്ചിയും വന്നത് ഒരു ഞായറാഴ്ചയാണ്. അന്ന് തയ്യലില്ലാത്ത ദിവസമായതിനാൽ സൽക്കാര ചുമതല ഏറ്റെടുത്തത് റീനയാണ്. ആലീസിനെ പോലെ തന്നെ സുന്ദരി കുട്ടിയാണ് അവൾ. അക്കാമയ്ക്കും അവറാച്ചനും ആലീസിനെ വളരെ ഇഷ്ടമായി. കാതിൽ കുണുക്കും ചട്ടയും മുണ്ടും കവണിയും ഒക്കെ ധരിക്കുന്ന ഒരു പഴഞ്ചൻ രീതിയാണ് അക്കാമയ്ക്ക്. തെല്ല് തടിച്ച ശരീരം, പൊക്കം കുറവ്. ജോയിക്കുട്ടിയെ പോലെ തന്നെ ഒത്ത ശരീരമാണ് അവറാച്ചന്. മുണ്ടും പരുക്കൻ ഷർട്ടും മീതെ ഒരു ടർക്കി ടവലുമാണ് വേഷം. ആലീസിനെ ഇഷ്ടപ്പെട്ടുവെങ്കിലും ചുറ്റുപാടുകൾ അവർക്ക് ഇഷ്ടമായില്ല. കറിയായുടെ മുറിയിൽ നിന്നും വരുന്ന ദുർഗന്ധം അവരുടെ മൂക്ക് ചുളിപ്പിച്ചു. ആ വീട്ടിലുള്ളവർക്ക് അതൊരു ദുർഗന്ധം അല്ലാതായിരിക്കുന്നു എന്നതാണ് സത്യം. കെട്ടാൻ കാലം കഴിഞ്ഞിട്ടും കെട്ടാത്ത മേൽപ്പുര കണ്ടാൽ പിന്നെ സ്ഥിതിയെക്കുറിച്ച് പ്രത്യേകിച്ച് ആരെങ്കിലും പറഞ്ഞു മനസ്സിലാക്കേണ്ടതുണ്ടോ? മനസ്സിൽ ഇരുവർക്കും ചൂളിപ്പുണ്ടായി. മുഖവും തെളിഞ്ഞില്ല. അന്നക്കുട്ടിയും 3 മക്കളും അത് ശ്രദ്ധിച്ചു. കഴുത്തേലും കാതിലും എന്തെങ്കിലും പൊട്ടും പൊടിയൊക്കെ ഇടാനേ കഴിയൂ അവറാച്ചൻ ചേട്ടാ. ഒരുപാട് കൊടുക്കണോന്നൊക്കെ ഉണ്ട്. മനസ്സിൽ ആഗ്രഹമുണ്ട്. ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ. എല്ലാം കൊടുക്കാമായിരുന്നു. അവിടെ അപ്പൻ അതിയാനെ ദൈവം ആദ്യം മുറിയിലിട്ട് പൂട്ടിയില്ലേ. ഞാൻ തന്നെ കൂട്ടിയ എത്രാന്ന് വെച്ചാ കൂടുക. അന്നക്കുട്ടി കണ്ണു തുടച്ചു. അതിപ്പോ ജോയിക്കുട്ടിക്ക് ഈ പെണ്ണ് മതിയെന്നാ. ഒരുപാട് പെണ്ണ് കണ്ട് നടന്നോനാ. ഒറ്റയ്ക്ക് കഴിയുന്നതാ ഇഷ്ടമെന്നും പറഞ്ഞ് നടന്നു. ഇപ്പോ ഇത് വന്ന് നിശ്ചയിച്ചോളാനാ അവന്റെ കൽപ്പന. അവന് വേണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്തിനാ പൊട്ടും പൊടിയൊക്കെ, അവറാച്ചൻ പറഞ്ഞു. അക്കാമയും അത് ശരിവെച്ചു. അവന്റെ ഇഷ്ടം നടക്കട്ടെ. ഈ പറഞ്ഞതുപോലെ അവനൊരു നിശിറ. കടിച്ച കടി വിടത്തില്ല. നിങ്ങളിൽ ഉള്ളത് കൊടുക്ക്. അല്ലാണ്ടിപ്പോ വെള്ളമില്ലാത്തടത്ത് മുങ്ങാൻ പറഞ്ഞാലും മുങ്ങാൻ പറ്റുമോ? അവനൊന്ന് പെണ്ണ് കെട്ടി കാണാൻ ഞാൻ നേർച്ച കഴിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായിരുന്നോ? വയസ്സിപ്പോ 31 കഴിഞ്ഞു. പിറ്റേ ഞായറാഴ്ച അന്നക്കുട്ടിയും അവരുടെ 2 ആങ്ങളമാരും കൂടി പാലത്തെങ്കിലേക്ക് പോയി. അല്ലാതെ മറ്റാര് പോകാൻ? തിരിച്ചു വന്ന അന്നക്കുട്ടി മതിമറന്നു പോയി. പറഞ്ഞതൊക്കെ ശരി തന്നെ. 4-5 മുറിയുള്ള വീട്, 2 ഏക്കർ സ്ഥലം. അവറാച്ചൻ ഇപ്പോഴും പറമ്പിൽ പണി ചെയ്യുന്നു. ജോയ്ക്കുട്ടിയുടെ ഇളവൻ ജോർജിന് ബേക്കറി കടയാണ്. കണ്ടു. നല്ല വരുമാനമുള്ള കട. എല്ലാം എന്റെ ആലിസിന്റെ ഭാഗ്യം. വലിയ പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ കല്യാണം. മനസ്സ് ചോദ്യവും വിളിച്ചു ചൊല്ലലും അതിനു മുമ്പ് നടക്കും. 5-ാം പാറ ഇടവക പള്ളിയിൽ വെച്ച് കെട്ട്. അതങ്ങനെ തീരുമാനിച്ചിട്ടാണ് അവർ വന്നത് തന്നെ. 3 പെൺകുട്ടികളുടെയും മുഖം സന്തോഷഭരിതമായി. ആലിസും റീനയും ചേച്ചിയെ ശ്രദ്ധിച്ചു. ചിരിയുടെ പിന്നിൽ ചേച്ചി ഒളിപ്പിച്ചു വെച്ച വേദനയുടെ പൂക്കളും അവർ കണ്ടു. കുഴിഞ്ഞ കണ്ണുകളിലെ കോണിലെ കണ്ണീരിന്റെ തിളക്കവും അവർ കണ്ടു. ആദ്യം മിന്നി ചാർത്തി ഇറങ്ങിപ്പോകേണ്ടത് അവളാണ്. പക്ഷേ ദൈവം അവളെ ക്രൂരമായി ശിക്ഷിച്ചിരിക്കുന്നു. എല്ലാം എല്ലാം തനിക്ക് നിഷേധിക്കപ്പെടുന്നത് ബോധപൂർവം അറിഞ്ഞ് ഉമിത്തിയിൽ നേറിപ്പിടയാൻ അവൾക്ക് വിധി. അനുഭവിക്കാതെ പറ്റുമോ? അകത്തേക്ക് വന്ന അന്നക്കുട്ടിയും ഏറെ ശ്രദ്ധിച്ചത് ആനിയെയാണ്. മകളുടെ സങ്കടത്തിന്റെ ആഴം, നഷ്ടങ്ങളുടെ കൂമ്പാരം എല്ലാം ആ അമ്മച്ചി അറിയുന്നു. മുഖം തെല്ലുകുനിച്ച് കവിണിത്തുമ്പ് കൊണ്ട് കണ്ണുകൾ തുടച്ച് മൂക്കൊന്ന് ചീറ്റി അവർ പിന്നാമ്പുറത്തെ മുറിയിലേക്ക് ചെന്നു. ചങ്ങല പൂട്ടിയ കാലുമായി മുറിക്കുള്ളിൽ വട്ടത്തിൽ നടക്കുകയാണ് കറിയ. നര കയറിയ മുടി, ചെമ്പിച്ച എണ്ണ പുരളാതെ വെള്ളവും ചെളിയും പിടിച്ച പടി ചിതറിക്കിടക്കുന്നു. വളർന്ന താടിയും അങ്ങനെ തന്നെ. വല്ലാത്ത ചൊറിച്ചിലുണ്ടാകും. മാന്തി പറിക്കാറുണ്ട് തലയും താടിയും. ഒന്ന് ഷേവ് ചെയ്യിക്കാനും മുടി വെട്ടിക്കാനും ശ്രമിച്ചാ വരാൻ ആരുമില്ല. കൈയും കാലും ദേഹവും തലയും പോലും അനക്കാനാവാത്ത വിധം
വരിഞ്ഞു കെട്ടിവെച്ചാൽ മാത്രം ശുരകൻ കുഞ്ഞപ്പം വരും. അതും ഒരു യജ്ഞമാണ്. അത് ഓർക്കുമ്പോ വേണ്ടാന്ന് വെക്കും. അന്നക്കുട്ടി വട്ടത്തിൽ നടക്കുന്ന കറിയായുടെ മുന്നിൽ നിന്നു. നമ്മുടെ ആലിസിന്റെ കല്യാണം തീരുമാനിച്ചു കേട്ടോ, അവർ പറഞ്ഞു. കറിയ താടി മാന്തി പറിച്ചുകൊണ്ട് ഒന്ന് അന്നക്കുട്ടിയെ നോക്കി പല്ലിളിച്ചു കാട്ടി. അന്നക്കുട്ടി പോയ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. കറിയ അതേപടി നടന്നു. കല്യാണം അവിടെ വെച്ചാ? ചെറുക്കന്റെ ഇടവകയില്? കല്യാണം എന്ന വാക്ക് ശ്രദ്ധിച്ചിട്ടാകാം ഇത്തവണ കറിയ നടത്തു നിർത്തി. കല്യാണമോ? എനിക്കാ? സമ്മതിച്ചു. എത്ര വേണേ സമ്മതിച്ചു. ആരാ ചെറുക്കൻ? ആരാ പെണ്ണ്? അന്നക്കുട്ടിക്ക് സങ്കടം അടക്കാനായില്ല. ആ മെലിഞ്ഞ ശരീരം അപ്പാടെ ഒന്ന് വിറകൊണ്ടു. എന്റെ ഈശോയെ! അവർ നെഞ്ചിൽ കൈവച്ചു. 10 ആട് ചാട്, 10 പോത്ത് ഒലത്താൻ. കറിയയുടെ മുഖം വികസിക്കുകയാണ്. ഏതോ സദ്യയുടെ ഓർമ്മ വിളിച്ചു പറയുകയാണ്. കല്യാണം നടക്കണം, നടക്കും. സമയമായപ്പോ പെണ്ണില്ല, ചെറുക്കനില്ല. എവിടാ? കലവറയില്. അവർക്ക് വിശക്കത്തില്ലയോ? അവര് കോഴി വറുത്തതും ആടുചാറും പോർക്കും ഒക്കെ കൂട്ടി വയറ് നിറച്ചുണ്ണുകയാ. കറിയയുടെ വായിൽ വെള്ളം നിറഞ്ഞു. അന്നക്കുട്ടി പിൻവാങ്ങി. ഏതോ സദ്യയുടെ വികലമായ ഓർമ്മയിൽ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. കെട്ടിക്കയറ്റം ജോയിക്കുട്ടിയുടെ ഇടവകയിലാണ്. സദ്യ അവരുണ്ടാക്കും. പക്ഷെ മനസ്സ് ചോദ്യത്തിനെങ്കിലും 4 ആളെ വിളിച്ച് ഇത്തിരി ചോറ് ഇവിടെ കൊടുക്കണമല്ലോ. ആടിനും കോഴിക്കും ഒക്കെ പാങ്ങുണ്ടോ? ഓർത്താൽ തല കറങ്ങും. എന്നാലും മനസ്സ് ചോദ്യത്തിന് ചെറിയ സദ്യവട്ടങ്ങളൊക്കെ അന്നക്കുട്ടി ഏർപ്പാട് ചെയ്തു. 5 കോഴിമപ്പാസ്, മീന്, കുറച്ച് പോത്തിറച്ചി ഉലത്താൻ. അത്രയുമെങ്കിലും ഇല്ലാതെ പറ്റില്ലല്ലോ. മനസ്സ് ചോദ്യത്തിന്റെ തലേന്ന് രാവിലെ 10 ആൾക്കാർ കൂടുന്നതല്ലേ. കറിയയെ ഒന്ന് കുളിപ്പിച്ച് വൃത്തിയാക്കണം. മുറിയും കഴുകി വൃത്തിയാക്കണം. അന്യ ആളുകൾ വന്ന് മൂക്ക് ചുളിക്കരുതല്ലോ. അന്നക്കുട്ടിയും പെൺമക്കളും രാവിലെ അതിനുള്ള യജ്ഞത്തിനായി. കുളിപ്പിക്കുന്നതിന് ലേശം എതിർപ്പുണ്ട്. പക്ഷെ ബഹളം വെക്കാറില്ല. കുളിപ്പിക്കാൻ അഴിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും മതിയാവോളം തീറ്റ കൊടുക്കും. അതോടെ അടങ്ങിയിരിക്കും. അതാണ് പതിവ്. അന്നക്കുട്ടി ചങ്ങലയുടെ പൂട്ടഴിച്ചു. ഒരു തോർത്തുമുണ്ട് അരയിൽ ചുറ്റി ഉടുപ്പിച്ചു. പിന്നെ കെട്ടാത്ത കിണറിന്റെ ഇപ്പുറത്തായി ഒരു പലകയിട്ടിരുത്തി. റീന ആവശ്യമുള്ള വെള്ളം കിണറ്റിൽ നിന്ന് കോരി കോരി ചെരുവത്തിൽ ഒഴിച്ചു. അന്നക്കുട്ടി ദേഹം ചകിരിയിട്ട് തേച്ചിറക്കി. കറിയ ഞെളിയുകയും പിരിയുകയും കുതറുകയും ചെയ്തു. മുറിക്കുള്ളിൽ സോപ്പ് വെള്ളവും ഡെറ്റോളും ഒഴിച്ച് ആലിസ് കഴുകുകയാണ്. ആനി അവളെ സഹായിക്കുന്നു. പെട്ടെന്നായിരുന്നു അത്. കറിയ എണീറ്റതും ഓടിയതും ഒപ്പം കഴിഞ്ഞു. കുളിച്ചുകൊണ്ടിരിക്കുന്ന പാടെ, നനഞ്ഞ തലയും ദേഹവും സോപ്പ് തേച്ച പാടെ, അരയിലെ തോർത്തുമുണ്ട് ഓട്ടത്തിന്റെ ആയത്തിൽ അഴിഞ്ഞെവിടെയോ വീണു. കറിയ നിൽക്കാതെ ഓടുകയാണ്. വഴിയിൽ ആളുകൾ വിളിച്ചു കൂവി. ഭ്രാന്തൻ വരുന്നേ, ഭ്രാന്തൻ കറിയ വരുന്നേ, ഓടിക്കോ ഓടിക്കോ, ഉടുതുണിയില്ലാണ്ടാ വരുന്നേ, ഓടിക്കോ. കറിയ ആരെയും ഉപദ്രവിക്കുകയില്ല. പക്ഷെ അത് ആർക്കും അറിയില്ല. ഭ്രാന്തനല്ലേ. പോരെങ്കിൽ ഒത്ത ഒരാളുടെ തടിമുടുക്ക്. അതുകൊണ്ട് ആരും ധൈര്യമായി അടുക്കുകയില്ല. അയാൾ ഓട്ടം തന്നെ. വഴിയിൽ എതിരെ വന്നിരുന്നവർ ചിതറി ഓടി. സ്ത്രീകൾ കണ്ണും പൊത്തിക്കൊണ്ട് ഓടി. കല്ലും കമ്പുകളും ഉപയോഗിച്ച് ചിലർ എറിഞ്ഞു. നില്ലടാ, നില്ലടാ അവിടെ! പലരും വിളിച്ചു പോകുന്നുണ്ട്. ഒരു പട കറിയാക്കി പിന്നാലെ ഉണ്ടായി. അവരുടെ ആരവം അയാളെ വല്ലാതെ ഭയപ്പെടുത്തി. ഓടി ഓടി അയാൾ കവലയിലെത്തി. അതോടെ നിന്നു. കവലയിൽ ധാരാളം കടകൾ. പടിഞ്ഞാറ്റുകരക്കാർക്ക് തൽക്കാലം വേണ്ടുന്ന അത്യാവശ്യ സാധനങ്ങളെല്ലാം വിൽക്കുന്ന കടകൾ കവലയിലുണ്ട്. ചെറിയൊരു സിറ്റി. ഓടുന്നതിനിടയിൽ കറിയായുടെ കണ്ണിൽ പഴക്കുല ചെന്നുപെട്ടു. ഒരു മുറുക്കാങ്കടിക്ക് മുന്നിലാണ് പഴക്കുല. ഓട്ടം അങ്ങോട്ട് തിരിച്ചു. ഓടിച്ചെന്ന ഉടൻ 2 കൈകൊണ്ടും പഴങ്ങളിൽ പിടുത്തമിട്ട് വാരലിന് 10-12 കയ്യിലായി. ഒന്നാന്തരം പൂവമ്പഴം. ആളുകൾ അയാൾക്ക് ചുറ്റുമായി. മുറുക്കാങ്കടക്കാരൻ കോപം കൊണ്ട് വിറച്ചു. പൂവമ്പഴം 1 കിലോയ്ക്ക് മാത്രം കൈക്കിലാക്കിയാണ് തൊലി പോലും കളയാതെ വെട്ടി വിഴുങ്ങുന്നത്. രൂപ എത്ര അയാൾക്ക് പോയി? ചേ, പോടാ പോടാ! അയാൾ അകത്ത് വെച്ചിരുന്ന സൈക്കിൾ പമ്പുമായി ചാടി ഇറങ്ങി. കാരണം കറിയായുടെ നോട്ടം വീണ്ടും പഴക്കുലയിലാണ്. ആളുകൾ ഇത്തിരി അകലം കണ്ട് വട്ടത്തിൽ നിൽക്കുകയാണ്. അടുക്കാൻ ആർക്കും ധൈര്യമില്ല. എന്താ ചെയ്യുന്നതെന്ന് മുൻകൂട്ടി പറയാൻ പറ്റില്ലല്ലോ. പക്ഷെ കടയുടമസ്ഥൻ അങ്ങനെ നോക്കി അറച്ചു നിന്നാ ഇനിയും നഷ്ടപ്പെടും, പണവും നഷ്ടപ്പെടും. അയാൾ സൈക്കിൾ പമ്പുമായി കറിയാക്ക് മുമ്പിൽ നിന്ന് ഓങ്ങി. പോടാ, പോകാൻ! ഒരെണ്ണം ഞാനങ്ങ് തരും, പോടാ! പഴത്തിൽ നിന്ന് കണ്ണു പറിച്ച് കറിയ അയാളെ നോക്കി. കപ്പ ചോദിക്കുമ്പോ ഇല്ലെന്ന് പറയുന്ന അന്നക്കുട്ടിയോട് തോന്നുന്ന അതേ മനോഭാവം. കറിയ അയാൾക്ക് നേരെ തിരിഞ്ഞ് കൈ ഓങ്ങിയതും അയാൾ കൊടുത്തു. പമ്പ് വെച്ചൊന്ന്. കറിയയുടെ ദേഹത്ത് തൊലി കിഴിഞ്ഞു. ഓടണ, ഓടാൻ!
ദേഹം വേദനിച്ചതും കറിയെ തിരിഞ്ഞോടി. വട്ടം കൂടി നിന്നിരുന്നവർ ചിതറി. പലരും വീണു. കറിയെ പിന്നെ ചെന്ന് നിന്നത് രാമൻകുട്ടിയുടെ ചായക്കടയ്ക്കുള്ളിൽ. അലമാരയിൽ ഉണ്ടാക്കി നിറച്ചിരിക്കുന്ന ഇഡലിയും ദോശയും കൂടാതെ ചൂട് പൊറോട്ടയുമുണ്ട്. കടയുടെ മേൽക്കൂരയിൽ നിന്ന് കയറിൽ തൂങ്ങി ആടുന്ന പഴക്കുലകൾ. കറയയുടെ കണ്ണുകളിൽ ആർത്തി പെരുകി. അയാൾ ചില്ലലമാര വലിച്ചു തുറന്ന് കൈയിട്ട് വാരിയതും അയ്യോ എന്ന അലർച്ചയോടെ പിന്നോക്കം തിരിഞ്ഞതും ഒപ്പം കഴിഞ്ഞു. രാമൻകുട്ടി ഒരു കപ്പിൽ ചൂടുവെള്ളമാണ് കോരി ഒഴിച്ചത്. സൈക്കിൾ പമ്പിന് അടിയേറ്റ ഭാഗത്ത് തൊലി പൊട്ടിയിരുന്നിടം ഉൾപ്പെടെ പുള്ളിക്കൂടുന്നു. കറിയ നീറ്റലോടെ ദേഹത്ത് മാന്തി കീറി. നെഞ്ചും വയറുമാണ് പൊള്ളിയത്. മാന്തിയെടുത്ത കറുത്ത തൊലി പൊട്ടി വെന്ത മാംസം പുറത്തു വന്നു. അയാൾ നീറ്റൽ സഹിക്കാനാവാതെ പുറത്തേക്ക് പാഞ്ഞു. എടുത്തോടിയ കറിയാക്കി പിന്നാലെ കിതച്ച് കിതച്ച് ഓടി തളർന്ന അന്നക്കുട്ടി എത്തിയത് അപ്പോഴാണ്. അവർ സ്തംഭിച്ചു നിന്നുപോയി. ഉടുതുണിയില്ലാതെ നിൽക്കുന്ന കറിയ, ചോരയൊഴുകുന്ന മുറിവ്, പൊള്ളിക്കൂടുന്ന നെഞ്ചും വയറും മാന്തിക്കീടിയ വടുക്കൾ. അയാൾ നീറ്റൽ സഹിക്കാനാവാതെ പിടയുന്നു. ആ സ്ത്രീ പതിയെ അടുത്തു വന്നു. കയ്യിലിരുന്ന മുണ്ട് ആദ്യം കറിയയുടെ അരയിൽ ചുറ്റിയുടുപ്പിച്ചു. പിന്നെ നീറിപ്പിടയുന്ന അയാളെയും കുട്ടി കാഴ്ച കണ്ടു നിന്നിരുന്ന മറ്റുള്ളവരെ അന്നക്കുട്ടി നോക്കി. അവരുടെ ചങ്ക് കത്തുകയായിരുന്നു. കണ്ണുകൾ പൊട്ടിയൊഴുകുകയായിരുന്നു. അപ്പോഴേക്കും ആളുകൾക്ക് ബോധോദയമുണ്ടായി. നാവുണ്ടായി. ചിലർ രാമൻകുട്ടിയോട് തട്ടിക്കയറി. താൻ എന്നെ വകതിരിവില്ലാത്ത പണിയാടോ ഈ കാട്ടിയത്? ചൂടുവെള്ളം ഒഴുക്കിയേ? ഭ്രാന്താണെന്ന് വെച്ച് അയാളൊരു മനുഷ്യനല്ലയോ? തനിക്ക് വടിയെടുത്ത് 2 അടി കൊടുത്ത് ഓടിക്കാമായിരുന്നല്ലോ. ഇപ്പണി കാണിക്കരുതായിരുന്നു. തനിക്കും വരാം കിറുക്ക്. വല്ലവർക്കും കിറുക്ക് വന്നാലേ കാണാൻ നല്ല രസമാ. കറിയായോട് താല്പര്യം കാട്ടി ചിലർ മുന്നോട്ട് വന്നു. രാമൻകുട്ടിയെ തല്ലണം, തല്ലിയേ അടങ്ങും. അന്നക്കുട്ടി തടഞ്ഞു. പിന്നെ കറിയായുടെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് വന്നു. അബദ്ധം പറ്റിയവനെ പോലെ നിൽക്കുന്ന രാമൻകുട്ടിക്ക് മുമ്പിൽ നിന്നു. എടോ, താൻ ഈ ചായക്കട ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. 10-18 വർഷം മുമ്പ്. ഓർത്തു നോക്കിയാ പിടികിട്ടും. താൻ ചൂടുവെള്ളം ഒഴിച്ചില്ലേ തന്റെ 2 ദോശ എടുത്തതിന്? ആ മനുഷ്യൻ ദിവസവും ഈ ചായക്കടയിൽ വരുമായിരുന്നു. ഇവിടെ നിന്ന് ദിവസവും പലഹാരങ്ങൾ മേടിച്ചോണ്ട് പോകുമായിരുന്നു മക്കൾക്ക് കൊടുക്കാൻ. അന്ന് കാശ് കിട്ടുമായിരുന്നു തനിക്ക്. ഇന്ന് ബോധമില്ലാണ്ട് ഇയാളുടെ അലമാരിയിൽ കൈയിട്ടെങ്കിൽ പറഞ്ഞാ മതിയായിരുന്നല്ലോടോ. കല്ലോ മണ്ണോ ചുമന്ന് ഞാൻ ആ കടം വീട്ടുമായിരുന്നല്ലോടോ. താൻ ഈ ചെയ്യരുതായിരുന്നു. അന്നക്കുട്ടി വിങ്ങി പൊട്ടി കരഞ്ഞുപോയി. തനിക്ക് ഈ മനുഷ്യൻ കിറുക്കനായിരിക്കും. പക്ഷെ എനിക്ക് മനുഷ്യൻ എന്റെ കെട്ടിയോനാ. അറിയാവോ, ഇയാളുടെ ചായക്കടയിൽ നിന്ന് ഇതിനു മുമ്പ് കൈയിട്ട് വാരിയിട്ടുണ്ടോ? എന്നാലും കണ്ണി ചോരയില്ലാത്ത ദുഷ്ടൻ. അയാൾ ചെയ്തത് തെറ്റാ, 1-2 പേർ അനുഭാവം പറഞ്ഞു. പക്ഷേങ്കില് ദോശ എടുത്തതല്ല കാര്യം. ഭ്രാന്തനല്ലേ, വല്ലം ചെയ്തു കളയാമെന്ന് പേടിച്ചു. പോരെങ്കി ഒടുതുണി പോലും ഇല്ലാണ്ടല്ലേ വന്നു നിന്നത്. മനുഷ്യർക്ക് ഭയമില്ലാണ്ട് വരുമോ? അത് ശരിയാ. ഉടുതുണി പോലും ഇല്ലാണ്ട് ഓടി വന്നാല് പേടിക്കാണ്ടിരിക്കുമോ? അതെന്നാ, ഭ്രാന്തനായ ഒരാൾ മനുഷ്യനല്ലാന്നുണ്ടോ? ഇടയ്ക്ക് ഒരാൾ അന്നക്കുട്ടിയോട് അനുഭാവം കാട്ടി. അയാൾ ആരെയും ഉപദ്രവിച്ചില്ലല്ലോ. വിശന്നിട്ട് കുറച്ച് പഴം തിന്നു, കുറച്ച് ദോശ എടുത്തു. പഴത്തിന്റെ ഉടമസ്ഥൻ പുറം അടിച്ചു പൊളിച്ചു. ദോശയുടെ ഉടമസ്ഥൻ തിളച്ച വെള്ളവും ഒഴിച്ചു. കുറച്ചും കൂടി മനുഷ്യത്വം കാട്ടാമായിരുന്നു, പറഞ്ഞവൻ ചെറുപ്പക്കാരൻ. അതുകൊണ്ട് തന്നെ രാമൻകുട്ടി എല്ലാ ദേഷ്യവും അവനോട് തീർത്തു. നീ പോയി കാട്ടടാ മനുഷ്യത്വം. ഭ്രാന്തനാണെങ്കിലും അയാൾക്ക് കാണാൻ കൊള്ളാവുന്ന പെൺമക്കളുണ്ടടാ 3 അന്നക്കുട്ടിക്ക് സങ്കടവും ദേഷ്യവും നിസ്സഹായതയും ഉണ്ടായി. അവർ കറയയുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. അപ്പോഴും നിലവിളി തുടരുന്ന അയാൾ തറഞ്ഞപടി നിൽക്കുകയാണ്. വാ, വന്നി പോകാം. ഇത്തിരി കൂടെ കഴിഞ്ഞാല് നിങ്ങളുടെ ജീവൻ ഇവര് പിഴുതെടുക്കും. വാ, പോകാം. എനിക്ക് പള്ളിയിൽ പോണം, നിലവിളിക്കിടയിൽ അയാൾ പറഞ്ഞു. പള്ളിയിലോ? അതെന്തിനാ? അവിടെ കല്യാണമുണ്ട് ആലീസിന്റെ. ഞാൻ കുളിച്ചൊരുങ്ങി പോവാ കല്യാണത്തിന്. നല്ല സദ്യയുണ്ട്, കോഴി വറുത്തതുണ്ട്. എനിക്ക് പോണം. കറിയ പൊള്ളലിന്റെ നീറ്റം മറന്നു. പള്ളിയിൽ പോകണമെന്ന വാശിയായി. ആഹാ, കല്യാണത്തിന് പോകാൻ പറ്റിയ വേഷത്തിലായിരുന്നു വരവ്. ആൾക്കാർക്ക് ചിരിക്കാൻ വകയായി. എനിക്ക് പോണം, അയാൾ ആവർത്തിച്ചു. അന്നക്കുട്ടിക്ക് കാര്യം മനസ്സിലായി. കുളിക്കാൻ മടി പറഞ്ഞപ്പോ അന്നക്കുട്ടി തന്നെയാണ് പറഞ്ഞത്. കുളിച്ചൊരുങ്ങി പള്ളിയിൽ പോകണം, ആലീസിന്റെ കല്യാണമാണ്, വലിയ സദ്യ ഉണ്ട് എന്നൊക്കെ. ബഹളം വെക്കാതെ കുളിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യം. പക്ഷെ അത് മനസ്സിൽ കിടന്ന ആവേശം മൂത്തപ്പോഴായിരിക്കും എണീറ്റ് ഓടിയത്. അവർ അയാളുടെ കയ്യിന്മേ പിടിച്ചു വലിച്ചിട്ട് പറഞ്ഞു. വാ, കല്യാണത്തിന് പോകാം. ആലീസിന്റെ കല്യാണം കൂടാൻ പള്ളിയിലേക്ക് പോകാം. വാ. ശാന്തനായ ഒരു കുട്ടിയെ പോലെ അയാൾ
അന്നക്കുട്ടിക്ക് പിന്നാലെ നടന്നു. ആ ചേട്ടത്തിയുടെ നരകം. വർഷം എത്രയായി ഇയാളെ തീറ്റിപ്പോറ്റാൻ തുടങ്ങിയിട്ട്? ഒടുക്കത്തെ വിശപ്പാണ് ഇയാൾക്ക്. അതൊരിക്കലും തീരത്തില്ല. പാവം. ആ സ്ത്രീ നടക്കുന്ന വഴിയിലെ മണ്ണ് തിന്ന മറ്റുള്ളവരുടെ പാപം തീരും. അവർക്ക് ഈ വിധി വന്നല്ലോ. ഉണ്ടായതാണെങ്കി പെൺപിള്ളേരും. എല്ലാം കെട്ടുപ്രായമായത്. ഒന്നിന്റെ മനസ്സ് ചോദ്യമാ നാളെ, രണ്ടാമത്തേതിന്റെ. മൂത്തത് ചാകാറായിരിക്കുമല്ലയോ. അതും ഈ ഭ്രാതനും ചത്താല് ആ ചേട്ടത്തിയുടെ ദുരിതം തീരും. പക്ഷെ രണ്ടിനും മുടിഞ്ഞ ആയുസാണ് താനും. ആളുകൾ കൂട്ടം കൂടി ആ കുടുംബത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അന്നക്കുട്ടി കറിയായി പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് നടന്നു. അയ്യോ എന്ന നിലവിളിയോടെ കറിയ നെഞ്ചിൽ ഇടയ്ക്കിടെ നോക്കുന്നുണ്ട് എന്നതൊഴിച്ചാൽ ശല്യമൊന്നുമില്ലാതെ അവർ വീട്ടിലെത്തി. അച്ചായന്റെ ദേഹത്തെ മുറിവും പൊള്ളലും കണ്ടപ്പോൾ പെൺമക്കൾക്കും സങ്കടം വന്നു. കഴുകിയ മുറി ഉണങ്ങിയിരുന്നില്ലെങ്കിലും അന്നക്കുട്ടി അയാളെ അതിനുള്ളിലേക്ക് നയിച്ചു. കാലിന്മേൽ ചങ്ങലയിട്ട് പൂട്ടി. എടി, കല്യാണം എന്തിയടി? ആലീസേ, കല്യാണം എന്തിയടി? അയാൾ ഉറക്കെ വിളിച്ചു. ഇപ്പൊ കാണാം, അന്നക്കുട്ടി പറഞ്ഞു. എന്നിട്ട് അടുക്കളയിൽ കയറി ഒരു ചെറിയ കുപ്പിയിൽ പണ്ടെന്നോ മറന്നു വെച്ചിരുന്ന കുറെ കോഴിനെയ്യ് എടുത്തുകൊണ്ടുവന്നു. തൊലി പോയ ഭാഗത്തൊക്കെ അത് പുരട്ടി. അയാളെയും കൊണ്ട് ഇപ്പൊ ആശുപത്രി പോകാനോ മരുന്ന് വാങ്ങാനോ പറ്റിയ സമയമല്ല. നാളെ ഈ സമയത്ത് മനസ്സുജോതി നടക്കണം. എല്ലാം അതിനോടകം വച്ചുണ്ടാക്കണം. സഹായിക്കാൻ ബന്ധുക്കളെ വിളിച്ചിട്ടുണ്ട്. ആരും ഇതുവരെ എത്തിയിട്ടില്ല. അവർ വരുന്നത് നോക്കിയിരിക്കാൻ പറ്റുമോ? അന്നക്കുട്ടി സങ്കടം മറയ്ക്കാൻ ശ്രമിച്ച് ജോലികളിൽ മുഴുകി. മക്കൾ അവരെ സഹായിച്ചു. മനസ്സുജോദ്യം കഴിഞ്ഞതോടെ അന്നക്കുട്ടിക്ക് ആകെ വെപ്രാളായി. ഇനിയത്തെ കാര്യങ്ങളോ? പൊട്ടും പൊടിയും എന്ന് ഞാൻ പറഞ്ഞു. അതെങ്കിലും വേണ്ടേ? അന്നക്കുട്ടിയുടെ കഴുത്തിൽ വരവുമാലയും കമ്മലുമാണ്. ആലിസിന്റെയും ആനയുടെയും കാതിൽ മൊട്ടക്കമ്മലുകളാണ്. റീനയുടെ കാതിൽ ചെറിയ ജിമിക്കിയും കഴുത്തിൽ വരവുമാലയുമാണ്. റീനയുടെ കഴുത്തിൽ 1.25 പവന്റെ മാലയുണ്ട്. അവൾ തയ്ച്ച പണം കൊണ്ട് അവൾ തന്നെ വാങ്ങിയത്. അതവൾ ഊരിക്കൊടുക്ക എന്ന് അന്നക്കുട്ടിയോട് പറഞ്ഞു. മാത്രമല്ല റീനയ്ക്ക് ഒരു ചെറിയ ചിട്ടിയുണ്ട്. 2000 രൂപയുടെ. 500ഓളം ഇറക്ക് സംഖ്യയാണ്. ചോദിച്ചാ മുഴുവനും തരും. ബാക്കി പിന്നാലെ ഇറക്കിയാൽ മതി. റീന കൃത്യമായി കൊടുക്കുമെന്നുള്ളതിനാൽ ആ പണം കൊടുക്കാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അതവൾ വാങ്ങിക്കും. അന്നക്കുട്ടിക്കുമുണ്ട് 1000 രൂപയുടെ ഒരു ചിട്ടി. ആലീസ് ജീവന്റെ ജീവനായി സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു പശുവുമുണ്ട്. 11 സെന്റിനുള്ളിൽ അവളുടെ സാമ്രാജ്യം തന്നെയാണ് ചെറിയ തൊഴുത്ത്. അവൾ പട്ടിണി കിടന്നാലും പശുവിനും കിടാവിനും ആഹാരം വെള്ളവും കൊടുത്തിരിക്കും. അവളെ കാണുന്നതാ പശുവിനും ഇഷ്ടം. പക്ഷെ അന്നക്കുട്ടി ആ പശുവിനെയും വിൽക്കാൻ തീരുമാനിച്ചു. ആലീസിന് തടയാൻ കഴിയുമായിരുന്നില്ല. എന്നിട്ടും 3.5 പവന്റെ വകയേ ആയുള്ളൂ. കല്യാണത്തിന് ഒരാഴ്ച മുമ്പ് ജോയിക്കുട്ടി അവിടെ വന്നു. 5 പവന്റെ ആഭരണം അവൻ ആലീസിനെ ഏൽപ്പിച്ചു. പട്ടുസാരിയും നൈറ്റും കൊറോണിറ്റും ഒക്കെ വാങ്ങാൻ കുറച്ച് പണവും. അവൾ വാങ്ങാൻ മടിച്ചിട്ടും നിർബന്ധമായി അവൻ കൊടുത്തിട്ട് പോയി. അന്നക്കുട്ടിയുടെ മനസ്സ് നിറഞ്ഞു. അവൻ സ്നേഹമുള്ളവനാണ്. തന്റെ മകൾ ഭാഗ്യവതിയാണ്. അതിനുവേണ്ടി എന്തൊക്കെ നഷ്ടം വന്നാലും സാരമില്ല, സഹിക്കണം സന്തോഷത്തോടെ. വിവാഹ ദിവസം എല്ലാവരും ഒരുങ്ങി. ചട്ടയും മുണ്ടും തേച്ചു മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു അന്നക്കുട്ടി. എന്നിട്ടും അതവർ ധരിച്ചില്ല. ആലിസ് ഒതുങ്ങി നിന്നപ്പോ അന്നക്കുട്ടി അവളെ സ്തുതി ചൊല്ലി അനുഗ്രഹിച്ചു. അമ്മച്ചി എന്നാ വേഷം മാറാത്തെ? ഞാൻ വരുന്നില്ല പെണ്ണെ, നിന്റെ കല്യാണം കൂടാനാ അതിയാൻ അന്ന് എടുത്ത് ഓടിയത്. സദ്യ ഉണ്ണാനും. അതിയാനെ ഈ മുറി പട്ടിണിക്ക് ഇട്ടിട്ട് പൂട്ടിയേച്ച് എനിക്ക് വരാൻ മേലെ പെണ്ണെ. എല്ലാവരും ഉണ്ടല്ലോ, നിങ്ങൾ ചെല്ല്, അന്നക്കുട്ടി പറഞ്ഞു. അമ്മച്ചിയെങ്കിലും വരാതെ എങ്ങനെയാ അമ്മച്ചി? ആലീസ് പൊട്ടിക്കരഞ്ഞു. ഞാൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചോ പെണ്ണെ? നീക്കറിയാതെ ഒട്ടും വിഷമിക്കണ്ട. നിനക്ക് നല്ലതേ വരുവുള്ളൂ. നീ ചെല്ല്, കാര്യം നടക്കട്ടെ. അന്നക്കുട്ടി ഉറക്കെ കരഞ്ഞുപോയി. മക്കളും ഒപ്പം കരഞ്ഞു. ആലീസ് കറിയാക്കി മുന്നിൽ നിന്ന് സ്തുതി ചൊല്ലിയപ്പോ കൂട്ടക്കരച്ചിലായി. നിങ്ങളേത് എന്നാ തള്ളേ, ചത്ത വീട്ടിലെ പോലെ? ക്ഷണിക്കപ്പെട്ടു വന്നവർ അന്നക്കുട്ടിയെ കുറ്റപ്പെടുത്തി. അവർ കരച്ചിലടക്കാൻ ശ്രമിച്ചു. എല്ലാവരും പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങി. ലൈൻ ബസ്സിനാണ് പോക്ക്, ജോയ്ക്കുട്ടിയുടെ ഇടവകയിലേക്ക്. പള്ളിയിൽ കെട്ടുകഴിഞ്ഞ് ഏകദേശം സദ്യയുടെ സമയമായപ്പോ അന്നക്കുട്ടി കറിയാക്കി സദ്യ വിളമ്പി. മീനും ഇറച്ചിയും ഇഷ്ടം പോലെ ചോറും. കറിയായുടെ കണ്ണുകളിൽ ആർത്തി നിറഞ്ഞു, അതിയായ ആഹ്ലാദവും. അയാൾ എല്ലാം വാരി വലിച്ചു തിന്നു. വീണ്ടും വീണ്ടും അന്നക്കുട്ടി വിളമ്പി. മകളുടെ കല്യാണമല്ലേ, ഇന്നെങ്കിലും വയറ് നിറച്ച് അപ്പം കഴിക്കട്ടെ. ഒടുവിൽ കറിയാക്കി മതിയായി. കൈ ഉടുമുണ്ടിൽ തുടച്ച് എണീറ്റു. ആ പാത്രങ്ങൾ പെറുക്കി കഴുകുമ്പോഴേക്കും അന്നക്കുട്ടിക്ക് സങ്കടം മുട്ടിപ്പോയി. മുൻവശത്ത് വന്ന്
വഴിയിലേക്ക് നോക്കിയിരുന്ന് എത്ര ശ്രമിച്ചിട്ടും ഒതുക്കാനാവാത്ത സങ്കടത്തോടെ അന്നക്കുട്ടി വെട്ടി വിളിച്ച് കരഞ്ഞു. അല്പം സ്വല്പം കഴിയാനുള്ള വക പാൽത്തൊങ്കിൽക്കാർക്കുണ്ട് എന്ന് വെച്ചാ ബുദ്ധിമുട്ടില്ലാതെ കഴിഞ്ഞുകൂടാ, അത്രമാത്രം. ജോയ്ക്കുട്ടി ഓട്ടോറിക്ഷ ഓടിക്കുന്നു. ജോർജ് ഒരു ബേക്കറി കട നടത്തുന്നു. അവറാച്ചൻ പറമ്പിലെ കൃഷി നോക്കുന്നു. തരക്കേടില്ലാത്ത ജീവിതം. 5-6 മുറികളുള്ള വീട്. തീരെ ചെറിയൊരു വീട്ടിലെ ദാരിദ്ര്യത്തിൽ നിന്ന് കടന്നു വന്ന ആലീസിന് ആ വീട് കണ്ടപ്പോൾ അത്ഭുതമായി. ആകെ 8.5 പവൻ ശരീരത്തിലുള്ളതിൽ 5 പവൻ കഴിച്ച ബാക്കി 3.5 പവന്റെ മുതലുമായിട്ടാണ് അവൾ എത്തിയിരിക്കുന്നത്. ആ വീട്ടിൽ കടന്നു വരാൻ എന്ത് യോഗ്യത ഉണ്ട് അവൾക്ക്? അതും പറഞ്ഞ് ജോയ്ക്കുട്ടിയുടെ അമ്മ അവളെ പീഡിപ്പിക്കുമോ? എന്നും കാണാം പത്രത്തിൽ ഓരോ വാർത്തകൾ, സ്ത്രീധനത്തിന്റെ പേരിൽ ബലിയാടാകുന്ന കുട്ടികളെ കുറിച്ച്. അങ്ങനെ വല്ലതും സംഭവിച്ചാ ആലിസ് എങ്ങനെ നേരിടും? എന്നാ ആലിസ് വിചാരിച്ചത്ര കുഴപ്പക്കാരായിരുന്നില്ല അവറാച്ചനും അക്കാമയും. അക്കാമ ഇത്തിരി പൊങ്ങച്ചം പറയും, അത് സമ്മതിച്ചു കൊടുക്കണമെന്ന് മാത്രം. വന്ന നാൾ തന്നെ ആലിസ് അത് മനസ്സിലാക്കി. അക്കാമയ്ക്ക് ആലിസിനോട് വലിയ കാര്യമായി. അവറാച്ചനും ആലീസിനോട് വാത്സല്യമായിരുന്നു. പെൺമക്കൾ ഇല്ലാത്തതിനാകാം. ആലിസ് ദൈവത്തിന് നന്ദി പറഞ്ഞു. ഇത്രയും വലിയ വീട്ടിൽ ഇത്രയും നല്ലവരായ അച്ചായന്റെയും അമ്മച്ചിയുടെയും അടുത്തേക്ക് തന്നെ എത്തിച്ചതിന്. അനിയൻ ജോർജ് ഗൗരവക്കാരനാണ്, അത്രയ്ക്ക് അടുപ്പം കാട്ടുന്ന പ്രകൃതമല്ല. ജോയ്ക്കുട്ടി സ്വർഗം പിടിച്ചടക്കിയ സന്തോഷത്തിലാണ് നടക്കുന്നത്. ആലി, സ്നേഹത്തോടെ അവൻ ചോദിച്ചു, ഇപ്പോ നിനക്കെന്നെ വിശ്വാസമായോ? എനിക്ക് നേരത്തെയും വിശ്വാസമായിരുന്നല്ലോ. എന്റെ അച്ചായനും അമ്മച്ചിയും നിന്നെ തിന്നുകളയാമെന്നല്ലായിരുന്നോ പേടി? കർത്താവ് എന്റെ അച്ചായന്റെ സ്നേഹം എനിക്ക് നിഷേധിച്ചതാ. ഞാൻ എന്നും എന്റെ പ്രാർത്ഥനയിൽ ചോദിക്കുമായിരുന്നു, എന്തിനീ ചതി ഞങ്ങളോട് ചെയ്തെന്ന്. എന്റെ സങ്കടം കണ്ട് ഒരു നല്ല അമ്മച്ചിയും അച്ചായനെയും ദൈവം എനിക്ക് തന്നു. അപ്പൊ ഞാനാരാ? ഞാൻ നല്ലവനല്ലേ? ജോയിച്ചായൻ എന്റെ ദൈവമാ. അവൾ അവന്റെ നെഞ്ചിൽ ചുണ്ടമർത്തി പറഞ്ഞു. ഇതെന്റെ മാത്രം ജോയിച്ചായനാ. അക്കാമയെ കൊണ്ട് പണികൾ ഒന്നും ചെയ്യിക്കാതെ ഒക്കെ ആലീസ് തന്നെ ചെയ്തു. അവരവളെ മോളെ എന്ന് വിളിച്ചു. കൊണ്ടുവന്ന പൊന്നിന്റെ കണക്കോ കൊണ്ടുവരാത്ത പണത്തിന്റെ കണക്കോ ഒരിക്കലും ചോദിച്ചില്ല. പക്ഷെ ഒരു കാര്യം പറഞ്ഞു, ആലിസെ, ഉള്ള കാര്യം പറയണമല്ലോ. ഒരു ദിവസം അക്കാമ അവളെ വിളിച്ച് കാര്യമായി തന്നെ പറഞ്ഞു, കാര്യം എന്റെ മകനാ, പക്ഷേ നല്ലതാണെങ്കിലേ നല്ലതെന്ന് ഞാൻ പറയൂ. എന്റെ മക്കള് രണ്ടും മോശകോടന്മാരാ. വെട്ടൊന്ന് തുണ്ടൻ രണ്ട്. അതാ രണ്ടിന്റെ രീതി. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് അടിക്കും അവന്മാര്. എത്ര കാലമായി രണ്ടിനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കണമെന്ന് ഞങ്ങൾ കരുതുന്നു. പക്ഷേ മൂത്തവനൊന്ന് മിനുങ്ങാനായിരുന്നു പാട്. ഇവന്റെ കെട്ട് കഴിഞ്ഞാ കെട്ടിക്കോളാമെന്ന് ഇളവൻ ഏറ്റിട്ടുണ്ട്. അവനും കൂടെ ഒരെണ്ണം വന്നാ ചൊവ്വാകും ഈ കുടുംബം. ആലീസിന് അക്കാമ്മ പറഞ്ഞത് പൂർണ്ണമായും പിടികിട്ടിയില്ല. ചൊവ്വയുള്ള പെണ്ണ് വിചാരിച്ച മെരുങ്ങാത്ത കെട്ടിയന്മാരുണ്ടോ പെണ്ണെ? എന്നിട്ടും എന്താണ് കുഴപ്പമെന്ന് അവൾക്ക് മനസ്സിലായില്ല. ക്രമേണ പിടികിട്ടി. അയൽക്കാരുടെ സംഭാഷണ ശകലങ്ങളിൽ കൂടി പെണ്ണുപിടി, അടിപിടി, അങ്ങനെ എല്ലാ പരാക്രമങ്ങളും കയ്യിലുണ്ട്. ജോയിക്കുട്ടിയെ പെണ്ണ് കെട്ടിച്ച് നന്നാക്കാൻ വർഷങ്ങളായി പാലത്തുങ്കൽ അറവച്ചാൻ ശ്രമിക്കുന്നു. അവനെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾ അറിയുന്ന ആരും പിന്നെ ഈ വഴിക്ക് വന്നിട്ടില്ല. ആരോരും അന്വേഷിക്കാനും തിരക്കാനും ഇല്ലാതിരുന്നതുകൊണ്ടും വീടിന്റെ ഭാരമായി കരുതുന്നതുകൊണ്ടും ആലീസിന്റെ തലയിലായി ജോയിക്കുട്ടി. ഒക്കെ അറിഞ്ഞെങ്കിലും ആലീസ് പുറമെ ഭാവിച്ചില്ല. സ്നേഹമായി തന്നെ അവനോട് പെരുമാറി. നന്നാക്കിയെടുക്കാൻ കഴിയുമെന്ന് തീർച്ചയുണ്ടായി. കുറ്റിക്കാട്ടേക്ക് പോയപ്പോഴൊക്കെ ആലീസ് അമ്മയോടും സഹോദരിമാരോടും പറഞ്ഞു, നല്ല അമ്മച്ചി, നല്ല അച്ചായൻ, നല്ല ജോയിച്ചായൻ. അവർക്കും തൃപ്തിയായി. എന്നെന്ന് വെച്ചാ എല്ലാവർക്കും ജീവനാ, പ്രത്യേകിച്ച് ജോയിച്ചായന്. നമ്മുടെ ആലിസിന് സുഖ കേട്ടോ? അന്നക്കുട്ടി കറിയായോട് പറഞ്ഞു. അയാൾ കേട്ടതായി പോലും നടിച്ചില്ല. പ്രതികരണം പ്രതീക്ഷിച്ചല്ല പറയുന്നതും. എന്തോ അന്നക്കുട്ടിക്ക് ഒരു കാര്യവും അയാളോട് പറയാതിരിക്കാൻ വയ്യ. അയാൾ ഒന്നും മനസ്സിലാക്കുന്നില്ല. എങ്കിലും ആ പറച്ചിലും ചങ്ങലയിലാണെങ്കിലും അങ്ങനെ ഒരാളുള്ളതും അന്നക്കുട്ടിക്ക് വല്ലാത്തൊരു സംതൃപ്തിയും സുരക്ഷിതത്വവും നൽകുന്നു. ഇത്രയും വർഷമായിട്ടും കറിയായെ വെറുക്കാൻ അന്നക്കുട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. ആലീസ് വരുന്നതും പോകുന്നതും ജോയിക്കുട്ടിയുടെ ഓട്ടോറിക്ഷയിൽ തന്നെ. വരുമ്പോഴൊക്കെ കറിയയ്ക്ക് തിന്നാൻ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അവൾ പറയുന്നതൊക്കെ അവൻ വാങ്ങി നൽകും. അവളെ അവൻ സ്നേഹം കൊണ്ട് മൂടിപ്പൊതിഞ്ഞു. അവനെപ്പറ്റി കേട്ടതൊക്കെ അവൾ പാടെ മറന്നു. ഒരു ദിവസം ആലീസ് അടുക്കളപ്പണി ചെയ്യുന്നത് കണ്ടപ്പോ ജോയിക്കുട്ടി അമ്മച്ചിയോട് എതിരിട്ടു. അമ്മച്ചി എന്നാ അവിടെ തന്നെ ഇങ്ങനെ ജോലി ചെയ്യിക്കുന്നത്? മറയില്ലാത്ത തുറന്ന ചോദ്യം. ആലീസ് വല്ലാതായി. അതെന്നാ വർത്താനാടാ ജോയിക്കുട്ടി?
10-30 വയസ്സായി നിനക്ക് ഇത്രയും നാളും വെച്ച് വിളമ്പി തന്നത് ഞാനില്ലയോടാ? ഇനിയിപ്പോ ഞാൻ ഇത്തിരി വിശ്രമിച്ചാൽ എന്നാടാ? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനുള്ള പ്രാപ്തി നിന്റെ കെട്ടിയോൾക്കില്ലയോടാ ജോയ്ക്കുട്ടി? അക്കാമ്മ ഈർച്ചയോടെ ചോദിച്ചു. എന്റെ കെട്ടിയോളെ കൊണ്ട് തന്നെ പണിപ്പിച്ച് ആരും അങ്ങനെ തിന്നണ്ട. ഇത്രയും നാളും അമ്മച്ചിക്ക് വിശ്രമിക്കുമെന്ന് തോന്നിയില്ലായിരുന്നല്ലോ. അവളെ കണ്ടപ്പോ പോര് തുടങ്ങിയതാ അല്ലേ? ജോയ്ക്കുട്ടി കർശനമായി ചോദിച്ചു. എടാ കുരുത്തം കെട്ടവനെ, ഈ പെണ്ണ് ചൊവ്വുള്ളതാ, നീ അതിനെ കളയുമല്ലോടാ. തന്തിയും തള്ളേന്ന് വെച്ചാ ഈ പെണ്ണിന് ജീവനാ, അത്ര കഷ്ടപ്പെട്ട് വളർന്നതാ അത്. പക്ഷേ നിന്റെ ഈ കേമങ്കേറ്റ് കാരണം സകലതും തീരും. ഈ പെണ്ണ് തിരിഞ്ഞിനി ഇങ്ങോട്ട് പോര് തുടങ്ങുമല്ലോടാ. അക്കാമ്മയ്ക്ക് വല്ലാത്ത ശുണ്ഠി വന്നു. അടുക്കളക്കാരും പെണ്ണുങ്ങൾ തീർത്തോളും, നീയൊക്കെ ഇടയിൽ ചാടി വീഴുന്നത് എന്തിനാ? അതോ ഇവള് വല്ല പരാതി നിന്നോട് പറഞ്ഞോ? ആലിസ് ആകെ വിഷമിച്ചു പോയി. സ്നേഹം കൊണ്ടാണെങ്കിലും ജോയ്ക്കുട്ടിയുടെ ആ ഇടപെടൽ ആലിസിനും അത്ര ഇഷ്ടമായില്ല. തെറ്റിദ്ധരിക്കപ്പെടുന്നത് താനാണ്. പക്ഷെ പറഞ്ഞില്ലെന്നോ പറഞ്ഞുവെന്നോ അവൾക്ക് പറയാനും വയ്യ. നടുക്കടലിൽ പെട്ടതുപോലെ അവൾ വിഷമിച്ചു. കുഴപ്പമൊന്നുമില്ലടാ ജോയ്ക്കുട്ടി, ഈ കേമങ്കേറ്റൊക്കെ 3-ാം പക്കം തീരല്ലേ, അങ്ങോളം കാണണം. അത് മതി. നിന്നെ ഞാൻ ഇന്നും ഇന്നലെ അറിയുന്നാണോ? അക്കാമ്മയ്ക്ക് നീരസം തന്നെയായി. പിന്നീട് എന്ത് ചെയ്യുമ്പോഴും അക്കാമ്മ പരിഹസിക്കാൻ തുടങ്ങി. ഓ, നിന്റെ കയ്യും മോറും ഒക്കെ കുറേശ്ശെയായി തേഞ്ഞു തീരുമെന്നോ മറ്റോ നിന്റെ കെട്ടിയോന്റെ പേടി. പോയി ചോദിച്ച അനുവാദം മേടിച്ചോണ്ട് വന്ന് ചെയ്താ മതി. എനിക്ക് ഒരിടവും തേഞ്ഞു പോയിട്ടില്ല ഇന്ന് വരെ, നടുവും തളർന്നിട്ടില്ല. ആലീസിന് വിമ്മിട്ടമായി. ഒരു കാര്യം അതോടെ ആലീസിന് പൂർണ്ണമായും ബോധ്യമായി. അയൽക്കാർ പറഞ്ഞത് സത്യം. ജോയ്ക്കുട്ടി ഒരു എടുത്തുചാട്ടക്കാരനാണ്. വെട്ടൊന്ന് മുറി രണ്ട് എന്ന സ്വഭാവം. ആരോടും എന്തും തുറന്നു പറയാൻ മടിയില്ല. മനസ്സിൽ തോന്നുന്നത് അപ്പൊ തന്നെ പറഞ്ഞിരിക്കും. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുവാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.